Glory, 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 glory. Glory Jesus. അന്യഭാഷകളുള്ളവർ, those who have the gift of tongues, അന്യഭാഷയിൽ അധികമായി സംസാരിക്കണം. speak more in tongues. നിങ്ങളുടെ അന്യഭാഷകളെ നിങ്ങൾ ഇല്ലാതാക്കരുത്. Do not let go of your tongues. അത് നിങ്ങളുടെ സ്പിരിച്വൽ വിഷനുകളെ ഇല്ലാതാക്കി It കളയും. will destroy, it will take away your spiritual vision now. Habakkuk 2:1-3 വായിക്കാം. 2:1 and 2:3. Chapter 2 verse 1 and 2. I will stand upon my watch. അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് അറിയാൻ. മതി. ഓക്കെ, അടുത്തും കൂടെ വായിച്ചു. മതി. ഹല്ലേലൂയ. എടുത്ത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. I will stand upon my watch and set me upon the tower, and I will watch to see what will he say unto me. നമുക്ക് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. I will stand upon my watch and set upon my tower. Hallelujah. Hallelujah. ഞാൻ എൻ്റെ ടവറിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. I will stand on my tower and watch. Hallelujah. Hallelujah. അവൻ എന്നോട് what he says, എന്ത് സംസാരിക്കുമെന്ന് what he says, കേൾക്കേണ്ടതിനല്ല കാണേണ്ടതിന്. but to see what he ഇത് speaks. ദർശനങ്ങളെ കുറിച്ച് പറയുന്നതാ. He's speaking about visions. ഇത് ആത്മീയ വിഷൻ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാ. Speaking about visions to happen in our life. ആത്മീയ വിഷൻ ഉണ്ടാകണമെങ്കിൽ നിനക്ക് ഒരു ടവർ ഉണ്ടായിരിക്കണം. For a spiritual visions to happen, you need to have a tower. ഒരു പ്രാർത്ഥനയുടെ ഉയർന്ന തലം ഉണ്ടായിരിക്കണം. It's a realm of prayer, higher realm of prayer you need to have. ഒരു പ്രാർത്ഥനയുടെ ഉയർന്ന തലത്തിൽ നിന്നാൽ മാത്രമേ only in a higher realm of prayer ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് what the Lord is speaking കാണാൻ കഴിയത്തുള്ളൂ. you can watch it. Hallelujah. സാധാരണ എന്ത് സംസാരിക്കുന്നെന്ന് കേൾക്കാനാ. Most times you want to hear what he says. പക്ഷേ ഇവിടെ ദർശനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. Here he is speaking about visions. Hallelujah. Hallelujah. ദർശനം ഉണ്ടാകണമെങ്കിൽ for a vision to happen, നമ്മുടെ പ്രാർത്ഥനയായാലും ആരാധനയായാലും ഒരു ഉയർന്ന തലത്തിൽ പോകണം. our prayer and our worship has to happen in a higher level. Go to a higher level. Hallelujah. ഒരു ടവർ ഉണ്ടാകണം. There has to be a tower. Hallelujah. അവിടെ നിന്ന് ശ്രദ്ധയോടെ നോക്കണം. From there we have to watch carefully. Hallelujah. അപ്പോൾ ദൈവം എന്നോട് അരുളി ചെയ്തു, the Lord will command to me, നീ ഈ ദർശനം എഴുതി വെക്കുക. you write down this vision now. Hallelujah. അപ്പോൾ ദൈവം അരുളി ചെയ്തു, നീ ഈ ദർശനങ്ങൾ എഴുതുക. Then the Lord said, you write down this vision now. വേഗത്തിൽ വായിക്കത്തക്ക രീതിയിൽ നീ ഇതിനെ എഴുതി വെക്കുക. Write it down in the way that you'd read it very quickly. Hallelujah. വേഗത്തിൽ വായിക്കത്തക്ക രീതി എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, ദർശനത്തിനെങ്കിലും ഒരു അവധി വെച്ചിട്ടുണ്ട്. When you write it down in the manner you can read quickly, for that vision for his appointed time it will come to pass. അപ്പോൾ ദർശനത്തിന് ഒരു സമയമുണ്ട്. For the vision has appointed time. ദൈവം അത് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. There's a time he will accomplish it. ആ ടൈമിനനുസരിച്ചല്ല നീ കാണേണ്ടതും എഴുതേണ്ടതും. You should not watch it and write it down based on that time. നീ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് കാണുകയും you have to see it in a higher നീ level. വേഗത്തിൽ എഴുതുമെങ്കിൽ you quickly write it down. അത് വേഗത്തിൽ സംഭവിക്കും. And it will happen quickly. Hallelujah. Hallelujah. വേഗത്തിൽ എഴുതുമെങ്കിൽ quickly if you write it down, വേഗത്തിൽ സംഭവിക്കും. it will happen quickly. Hallelujah. Hallelujah. ദർശനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ടവർ ഉണ്ടായിരിക്കണം. For the visions you need to have a high tower. Hallelujah. Hallelujah. ആ ഒരു ടവറിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. It is that tower Paul says, ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ഞാൻ അന്യഭാഷയിൽ when I ആരാധിക്കുമ്പോൾ worship him in spirit, ഞാൻ ആത്മാവിലാണ് I am in the spirit. Hallelujah. ഭൂമിയിൽ നിന്ന് ഒരു സ്പിരിച്വൽ റെലം, ഒരു ഹയർ ടവറിൽ കയറുന്നത് അന്യഭാഷയിലാണ്. For you to enter into higher tower in the spiritual realm, it is through speaking of tongues. Hallelujah. ആത്മീയ കാര്യങ്ങളെ ദർശിക്കണമെങ്കിൽ, for you to see heavenly visions, ആത്മാവിൽ കയറിയൊക്കെ you can enter only through the spirit. Hallelujah. Hallelujah. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ജഡം അബലമായി തീരും. That's why Paul says, when I speak in tongues my flesh becomes weak. Hallelujah. എൻ്റെ ഫ്ലെഷ്ലി എല്ലാം വീക്ക് ആയി തീരും. My flesh all becomes weak. ഞാൻ സ്പിരിച്വലി കയറും. I am spiritually strengthened. Hallelujah. അതുകൊണ്ട് ഞാൻ ആത്മാവിലും പാടും. So I will sing in the spirit. ആത്മാവിൽ പ്രാർത്ഥിക്കും. I will pray in the spirit. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കും.
When I speak in tongues, I speak in the I pray in the spirit. ഞാൻ ഹല്ലേലൂയ അന്യഭാഷയിൽ പാടുമ്പോൾ ആത്മാവിൽ When പാടുന്നു. I sing in the spirit, in the tongues, I sing in the spirit. ഹല്ലേലൂയ. ഈ ബൈബിളിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. When Stephen was stoned, അവിടെ പറഞ്ഞു അവൻ ആത്മാവിലായി. and he was in the spirit. പെട്ടെന്ന് ഒരു ദർശനം ഉണ്ടായി. സ്വർഗ്ഗം Suddenly the vision തുറന്നിരിക്കുന്നു. came and the heaven opened. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ The loneliness of Patmos. യോഹന്നാൻ പറയുന്നു ഞാൻ ആ കർത്തൃ ദിവസത്തിൽ On ആത്മവിശുദ്ധയിലായി. the Lord's, he says, on the Lord's day, I was in the spirit. ഹല്ലേലൂയ. ഞാൻ ആത്മാവിലായി. John says, I was in the എനിക്കൊരു spirit. And a ദർശനമുണ്ടായി. vision came to me. ദർശനങ്ങൾ ഉണ്ടാകണമെങ്കിൽ For ആത്മാവിലാകണം. you to have the visions, you need to be in the spirit. പൗലോസ് പറയുന്നു ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ Paul ആത്മാവിലാകുന്നു. says, when I worship in the spirit, among the tongues, I am in the spirit. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ആത്മീയ ദർശനങ്ങൾ For you പ്രാപിക്കണമെങ്കിൽ to receive spiritual visions, കർത്താവായ യേശു പറഞ്ഞു Lord Jesus said, ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് I have one thing to tell you. ആത്മാവ് വരുമ്പോൾ നിങ്ങളെ അറിയിച്ചു When തരാം. the spirit comes, he will inform you. ഹല്ലേലൂയ. Hallelujah. അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് He അറിയിച്ചു will take തരും. what is from him and give it to you. നിങ്ങൾക്ക് എന്നെ കാണാൻ You കഴിയത്തില്ല. cannot see me, പക്ഷെ ആത്മാവ് നിങ്ങൾക്ക് എല്ലാം അറിയിച്ചു but the തരും. spirit will reveal everything to you. ആത്മാവ് വന്നുടനെ When the spirit comes, ഒരു ആത്മീയ ഭാഷ അവരുടെ നാവിൽ he will കൊടുത്തു. give you the spiritual language. ഒരു ആത്മീയ ഭാഷ അവരുടെ നാവിൽ He കൊടുത്തു. gave him the spiritual language എന്തിനാണെന്നറിയാമോ? ദൈവം പറയുന്നത് നീ കേൾക്കണം. because he has to hear what the Lord ദൈവം speaks. പറയുന്നത് നീ ദർശിക്കണം. That you have to see the visions what the ദൈവം Lord says. കൽപ്പിക്കുന്നത് കേൾക്കുക മാത്രമല്ല അതിനെ കാണാൻ. Whatever the Lord speaks, you not only hear but to see what he says. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ വിശ്വാസം കേൾവിയാൽ വരുന്നു. The faith comes by hearing. കേൾവി ദൈവത്തിന്റെ വചനത്താൽ. The faith comes by hearing the word. അപ്പോൾ കേൾക്കുന്നതിനെ When you hear it, ആത്മാവിൽ കാണുന്ന ഒരു റലം the realm where you hear, you see it in this visions. കേൾക്കുന്നതിനെ What you hear, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ when you speak in tongues, ഓ ഹല്ലേലൂയ നാം ദൈവത്തോട് you are സംസാരിക്കുന്നു. speaking to God. നാം ക്രിസ്തുവിൽ വലിയ മർമ്മങ്ങളെ You are speaking പ്രസ്താവിക്കുന്നു. mysteries of Christ to him. ഇതിന്റെ അടുത്തൊരു തലമാണ് വിഷൻസ് Next, the realm after this is the realm of visions. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് Hallelujah. അധികം പറയുന്നില്ല. വെള്ളിയാഴ്ച യൂത്ത് മീറ്റിംഗിന് വരുന്നവർക്ക് പറയാം. I'm not going to go more Spiritual into visions നെ spiritual visions. We'll talk about only in Friday meeting. ഹല്ലേലൂയ. Meeting. അവിടെ മാത്രമേ നമുക്ക് അതങ്ങനെ പഠിപ്പിക്കാൻ Only there we can teach you more about that. ഹല്ലേലൂയ. പ്രവചനങ്ങളെയും ദർശനങ്ങളെയും കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. Prophecies and visions and dreams is what the Holy Spirit has been speaking through to our youth meeting on Friday. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് യൂത്ത് മീറ്റിംഗിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ So ചെയ്യാം. everyone can join the youth meeting on Friday evening. ഹല്ലേലൂയ. ഫ്രൈഡേ 8 മണിക്കുണ്ട്. At 8 p.m. we have youth meeting here on Friday. പ്രവചനങ്ങളെ കുറിച്ചും ആത്മീയ ദർശനങ്ങളെ കുറിച്ചും About prophecies and visions. ആഗ്രഹിക്കുന്നവരെല്ലാം വരിക. Those who desire that come and attend. ഹല്ലേലൂയ. Hallelujah. അന്യഭാഷ ഇല്ലാത്തവർ Those who do not have the gift of ഇന്ന് tongues. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. I'm not going to pray for you to receive കാരണം that. അടുത്ത ആഴ്ച വരുന്ന പാസ്റ്റർ അതിനായിട്ട് ഗിഫ്റ്റ് ഉള്ള മനുഷ്യൻ. The man of God who's coming next week, he has that gift of making people to speak in വർഗീസ് ബേബി tongues. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അന്യഭാഷ കിട്ടിയവർ എത്ര പേരുണ്ട്? How many people receive the gift of tongues when Varghese baby pastor prayed for you? ഹല്ലേലൂയ. Hallelujah. ഇന്ന് നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നു. And really many people were there. ഹല്ലേലൂയ. Hallelujah. അദ്ദേഹത്തിന്റെ മേലിൽ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് That gift is upon them to open the spirit, the gift of tongues. അദ്ദേഹം ആരുടെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം. Whoever he places hands and prays, they will receive the gift of the anointing and speaking in tongues. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ദാഹമുള്ളവരൊക്കെ അന്യഭാഷ ഇല്ലാത്തവർ അല്ലെങ്കിൽ അന്യഭാഷയിൽ കൂടുതൽ ഉയരങ്ങളിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥനയോടായിരിക്കും. So those who have the desire to receive the gift of tongues, I would speak more in this gift of tongues. Come and attend the meeting. ഇന്ന് മുതൽ അടുത്ത സൺഡേ വരെ നമ്മുടെ 7 days ഫാസ്റ്റിംഗ് പ്രയർ ആണ്. From today till next Sunday is our 7-day fasting prayer. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഈ 7 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്നവർ വലിയ ആഗ്രഹത്തോടെ ഇരിക്കുക. So those who are in fasting, be with great desire in the 7 days that you are sitting in fasting. സാറ്റർഡേ വൈകിട്ട് സൺഡേ മോർണിംഗും അദ്ദേഹം നമ്മളെ ശുശ്രൂഷിക്കുന്നത്. Saturday evening and Sunday morning he will minister to us. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. Let's read quickly from the word of God. യോഹന്നാന്റെ സുവിശേഷം Book of John, 10ാം അധ്യായം chapter 10, 37-38 വാക്യങ്ങൾ. 37, 38, 36, 37, 36, 37, 38. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ
എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാൽ പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. Amen. Do you say to him, whom the Father sanctified and sent into the world, you are blaspheming, because I said, I am the Son of God. If I do not do the works of my Father, do not believe me. But if I do, though you do not believe me, believe the works, that you may know and believe that the Father is in me and I in him. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. കർത്താവായ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. The Lord Jesus said, I and the Father are same. ഇത് കേട്ടവർക്കെല്ലാം ദേഷ്യം തോന്നി. Everyone who heard it, they were angry at it. യഹൂദന്മാർക്കൊക്കെ കർത്താവിനെ കല്ലെറിയാൻ തോന്നി. Jews wanted to stone Jesus. കൊന്നുകളയാനുള്ള ദേഷ്യം തോന്നി. They had such anger, they wanted to kill Jesus. അവർ പറഞ്ഞു, നീ ദൈവദൂഷണം പറയുന്നു. You're speaking blasphemy. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട, The Lord Jesus said, what I say you don't have to പക്ഷേ believe, എന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കണം. but you have to believe the works that is done through me. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഞാൻ എന്റെ പ്രവൃത്തി, എനിക്ക് പ്രവൃത്തി ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. If I don't have any works to show for, then you don't have to believe. പക്ഷേ പ്രവൃത്തി ഉണ്ടെങ്കിൽ But if I have the works, നിങ്ങൾ വിശ്വസിച്ചേ you പറ്റത്തുള്ളൂ. have to believe in me. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഒരുപാട് പേർക്ക് സംസാരമുണ്ട്, Many people speak, പ്രവൃത്തി വളരെ but കുറവാണ്. they have less works. പക്ഷെ കർത്താവായ യേശു പറഞ്ഞു, But Lord Jesus said, ഞാൻ സംസാരിക്കുന്നതൊക്കെ പ്രവർത്തിച്ചു, whatever I speak, I do it in action. പ്രവർത്തിക്കാത്തത് സംസാരിക്കത്തുമില്ല. I don't speak what I cannot accomplish. പക്ഷെ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്, Our character is, നമ്മൾ പ്രവർത്തിക്കാത്തതേ we only സംസാരിക്കത്തുള്ളൂ. speak what we cannot accomplish. സംസാരിക്കുന്നതൊന്നും We don't പ്രവർത്തിക്കത്തില്ല. accomplish what we speak. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും, We advise others. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും You കാണത്തില്ല. will not see anything in our life. നമ്മൾ സംസാരിക്കാൻ ഭയങ്കര We are മിടുക്കരാ, good at speaking, പക്ഷെ പ്രവർത്തിക്കത്തില്ല. but we cannot work. പക്ഷെ കർത്താവ് പറഞ്ഞു, But Lord Jesus said, സംസാരം കേട്ടിട്ടല്ല നീ not വിശ്വസിക്കുന്നത്, by what I speak നീ you hear this പ്രവൃത്തി കണ്ടിട്ട് believer, വിശ്വസിക്കുക. but see what I am doing and you believe in ഞാൻ me. പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ If you cannot believe what I am saying, ഈ പ്രവൃത്തിയെ നോക്കുക. you look at the works I am doing. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ നോക്കിയാൽ If he looks at our works, കർത്താവ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലുണ്ടോ? is the King of glory Jesus, is he in us? അത് നമ്മുടെ സംസാരത്തിലേ ഉള്ളൂ. Is he only in our speech? കർത്താവായ യേശു പറഞ്ഞു, പ്രവൃത്തിയിൽ വരുമ്പോഴേ Only when it comes into works, വിശ്വസിക്കാൻ we പറ്റത്തുള്ളൂ. can believe in him. ഹല്ലേലൂയ, Hallelujah. കാരണം ദൈവ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം. Because the God's work has to be accomplished and revealed in us. ഒരുപാട് ആൾക്കാർ പല ഉപദേശങ്ങൾ പറയുന്നുണ്ട്. Many people preach many things. ചിലർ പറയുന്നുണ്ട് അന്യഭാഷയില്ല. Some say there's no tongues. ഹല്ലേലൂയ, രോഗസൗഖ്യമേ ഉള്ളൂ. Some say there is only gift of healing. അതുകൊണ്ട് ഞങ്ങൾ അതേ So we വിശ്വസിക്കത്തുള്ളൂ. will only believe in the healing. പക്ഷെ നീ ആരെങ്കിലും സൗഖ്യമാക്കുന്നുണ്ടോ? But are you healing anybody? ഇല്ല. No. പലരും പറഞ്ഞു ഉണർവില്ല. Some say there is no revival. ആ ഉണർവ് ഇനി കർത്താവിന്റെ സമയത്തെ All ഉണ്ടാകും. revival will happen only during the time of Jesus. എങ്കിൽ ആ സമയത്തേക്ക് വേണ്ടി നീ റെഡിയാണോ? But are you ready for that time? ഹല്ലേലൂയ. ഇങ്ങനെ ഈ സംസാരങ്ങൾ ഒരുപാടുണ്ട്. There are many conversations that is happening. പലരും പറഞ്ഞു അതുണ്ട് ഇതില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയുക, നീ ഏതെങ്കിലും പറയുമ്പോൾ നിന്നിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ട് പറ. Many say this is there, this is not there, but Lord Jesus is saying you reveal certain works and then you speak. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു പറയുക, ഞാൻ വെറുതെ പറയുന്ന വ്യക്തിയല്ല. Lord Jesus said, I don't speak എന്നിൽ simply. ഒരു പ്രവൃത്തിയുണ്ട്. There is a work in me. അതേ കർത്താവിന്റെ മക്കളാണെങ്കിൽ That if you are the child of that same God, നമ്മളിലും അതേ പ്രവൃത്തി the വെളിപ്പെടണം. same works will be accomplished through us. ഹല്ലേലൂയ. Hallelujah. എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്നവരല്ല. We are not people who speak about opinion for everything. പ്രവർത്തിച്ചിട്ട് അഭിപ്രായം We have പറയാം. to do the work and then speak the opinions. ഹല്ലേലൂയ. Hallelujah. എല്ലാം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നവരല്ല. They don't speak every you need this, that and that. പ്രവൃത്തി ആദ്യം But ഉണ്ടാകണം. first you need to have works. പ്രവൃത്തി ഇല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. Without works you cannot believe. കർത്താവായ യേശു പറഞ്ഞു പ്രവൃത്തിയുണ്ട്. Lord Jesus there is said his works. അത്ഭുതങ്ങളും അടയാളങ്ങളും There is ഉണ്ട്. miracles and wonders. യോഹന്നാന്റെ ശിഷ്യൻ വന്ന് ചോദിച്ചു, John's disciples came and asked, നീ തന്നെയാണോ വരുവാനുള്ളവൻ, are you the one to come? അതോ ഞങ്ങൾ മറ്റൊരുത്തനെ Or should we കാത്തിരിക്കണോ? wait for someone else? കർത്താവായ യേശു പറഞ്ഞു, നീ ചെന്ന് പറ അവൻ യോഹന്നാനോട് Lord Jesus said, go and tell John ദരിദ്രരോട് സുവിശേഷം to അറിയിക്കുന്നു, proclaim the gospel to the needy. കുരുടർക്ക് കാഴ്ച ലഭിക്കുന്നു, That the poor are getting eyes. കുഷ്ഠരോഗികൾ The സൗഖ്യമാകുന്നു, lepers are being healed. മരിച്ചവർ The ഉയർക്കുന്നു. dead are being raised. നീ ഇത് ചെന്ന് പറഞ്ഞാ മതി. If you only have to say this, കർത്താവായ യേശു പറഞ്ഞില്ല, Lord Jesus didn't say,
ഞാനാണ് ദൈവപുത്രൻ, that I am the Son of God, ഞാനാണ് ഹല്ലേലൂയ മറിയയിൽ ഉരുവായത്. that I was formed in Mary's womb. ഇങ്ങനെ ഈ കഥകളോ സ്റ്റോറികളോ ഒന്നും He didn't പറഞ്ഞില്ല. speak about the story or about his lineage. കർത്താവായ യേശു പറഞ്ഞു, The Lord Jesus said, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ചെന്ന് പറ. look, speak about the works I am accomplishing. ഹല്ലേലൂയ. ഈ Hallelujah. സെപ്റ്റംബർ മാസം മുതൽ And from the September month, ഹല്ലേലൂയ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് the works will be revealed in this month. ദൈവിക പ്രവൃത്തികൾ God's work, കേട്ടത് മുഴുവൻ പ്രവൃത്തിയാകും. whatever you heard will be accomplished as നമ്മുടെ works. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. One thing about our അവൻ God, കേൾപ്പിക്കുന്നതിനെ He പ്രവർത്തിച്ചിരിക്കും. will make to work what He കാരണം has അവന്റെ വായിൽ said. നിന്ന് വീഴുന്ന വചനം Every word that comes out of His അത് mouth, അതിന്റെ പ്രവൃത്തി ചെയ്യാതെ it will പോകത്തില്ല. not return back without accomplishing what it is sent forth. അനേകം ദൈവങ്ങൾ എന്ന് പറയുന്നത് There are many gods, പ്രവൃത്തിയില്ലാതെ there is no works in കല്ലോ them. മരമോ ബിംബങ്ങളോ They ആയിരിക്കുമ്പോൾ are mute and idols. ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് ഒരു One പ്രത്യേകതയുണ്ട്. thing about our God, അവൻ വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. He is moving upon those who believe in Him. എന്തിനെന്നറിയാമോ? You know the reason why? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചിലത് Then പ്രവർത്തിക്കാം. for Him, those who believe, He will accomplish certain things. He വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. is a God who will accomplish certain things, those who believe in Him. അവന്റെ അളവറ്റ ശക്തി, He is almighty and much അവന്റെ power. വചനം Oh, for those who believe in Him, വിശ്വസിക്കുന്നവരിൽ it വ്യാപരിച്ചു will move കൊണ്ടിരിക്കുക. upon those who believe in Him. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടാകിയ Is there anyone who believe in Him? ദൈവ പ്രവർത്തികൾ The വെളിപ്പെടുമെന്ന്. works of the Lord will be accomplished in you. ദൈവ പ്രവർത്തികൾ The വെളിപ്പെടുമെന്ന്. work of the Lord will be Oh, accomplished. Rabba Shaka, Al-Kabara Bashia, Teria, Kabara Bashia. Hallelujah. Hallelujah. കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രവൃത്തിയുണ്ട്. I have a work in me. അനേകം വ്യക്തികൾക്ക് പ്രവൃത്തിയില്ല. Many people do not have any work in them. അനേകം ദൈവങ്ങൾ എന്ന് പറയുന്നവർക്ക് വ്യക്തി Many പ്രവൃത്തിയില്ല. people who worship other gods, there is no work in them. അനേകം പാസ്റ്റേഴ്സിന് Many പ്രവൃത്തിയില്ല. pastors don't have any works in them. അനേക അഭിഷക്തൻ എന്ന് പറയുന്നവർക്ക് Many പ്രവൃത്തിയില്ല. anointed men of God do not have works in them. പക്ഷേ കർത്താവായ യേശു പറഞ്ഞു, But the Lord Jesus said, എനിക്ക് പ്രവൃത്തിയുണ്ട്. I have the works of God in me. ഹല്ലേലൂയ. നിങ്ങൾ അത് വിശ്വസിക്കണം. You have to believe in it. നിങ്ങൾ അത് You have വിശ്വസിക്കണം. to believe in it. ഹല്ലേലൂയ. Hallelujah. അതേ കർത്താവിന്റെ Same God's മേൽ വ്യാപരിച്ചിരുന്ന the same power that പരിശുദ്ധാത്മാവിന് ഒരു the Holy പ്രത്യേകതയുണ്ട്. Spirit who moved in him. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന This Holy Spirit പരിശുദ്ധാത്മാവ്, is the Holy Spirit who accomplishes things. പ്രവർത്തിക്കുന്ന He will പരിശുദ്ധാത്മാവ്. accomplish things. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന For those who ദൈവം. believe, He will move for you and accomplish things for you. ആ വിശ്വസിക്കുന്നവർക്ക് പ്രവൃത്തി കാണത്തില്ല. Those who do not believe, they will not see anything work in them. പക്ഷെ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി For വെളിപ്പെടും. those who believe, the works of the God will be revealed in them. ഈ ദിവസങ്ങളിൽ ദൈവ പ്രവൃത്തിക്കായി These വിട്ടുകൊടുക്കാൻ, days, set yourself up the works of the Lord to be accomplished in you. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വിട്ടുകൊടുക്കാൻ You set yourself up for the works of the Lord to accomplish through you. അസാധാരണമായ ദൈവ പ്രവൃത്തി Mighty works of God. നമ്മളിൽ നടക്കാൻ പോകുന്നത് It's going to happen in through ഇന്ന് you. പകൽ പരിശുദ്ധാത്മാവ് Today I ദൂതറിയിക്കുന്നു. am prophesying to you. ഓ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. Holy Spirit is prophesying to you. Shatala Oh Rama Shakala Baba Barakateleri Anturu. Oh Rama Shakala Baba Baba Barakateleri Anturu. Oh Rama Teleri Anturu Shakaleri Anturu Baba. Oh Rama Telara Shakala Baba Baba. Rakatela Mara Shakeri Anturu. വിശ്വസിക്കുന്നവർക്ക് പ്രവൃത്തി ഉണ്ടാവണം. Those who believe, there will be works നമ്മൾ revealed in സൗഖ്യങ്ങളെ them. കുറിച്ച് പറയുന്നവരല്ല, സൗഖ്യങ്ങളെ We should be വെളിപ്പെടുത്തുന്നവരാണ്. just people who speak about healing, but we accomplish healing on people. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് Because our Lord സൗഖ്യദായകൻ എന്നുള്ള പേര് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല, is not just a person who is the minister of ആ miracles. പേരിനനുസരിച്ച് പ്രവർത്തിക്കുന്ന According ദൈവമാണ്. to the title, he accomplishes what is set forth. അവൻ അത്ഭുത മന്ത്രി എന്നുള്ള നാമം വെച്ചുകൊണ്ടിരിക്കുന്ന He is ദൈവമല്ല, the Lord who just keeps a title of miracle minister of ആ miracles. നാമത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുന്ന According to ദൈവമാണ്. the title, he accomplishes that work and that duty. അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന നാമം വെച്ചുകൊണ്ടിരിക്കുന്ന He വ്യക്തിയല്ല, doesn't just hold the title of Prince of Peace. ആ നാമത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുന്ന He ദൈവമാണ്. accomplishes the task according to that title. ഹല്ലേലൂയ. കർത്താവായ യേശുവിന് പ്രവൃത്തിയുണ്ട്. There is works in me. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് Today വെളിപ്പെടുത്തുന്നു. Holy Spirit is speaking. അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടാൻ Mighty പോകുന്നു. works of the
Lord will be ഇത് revealed. വിശ്വസിക്കുന്നവരുണ്ടാക്കിയല്ല. Is there anyone who believes നിങ്ങളുടെ it? ശരീരങ്ങളിൽ ആ പ്രവൃത്തി That വെളിപ്പെടും. works of the Lord will be revealed in ആ your പ്രവൃത്തി body. വെളിപ്പെട്ട ഇവിടെ വന്ന് When സാക്ഷീകരിക്കണം. the work is revealed, you come here and testify about it. വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി. For those who believe right now, the works of the Lord, ദൈവത്തിന്റെ പ്രവൃത്തി. the mighty works of the Lord. ഓ റാബാ Rabba shagala marekere kateria toroba. Lava satelia toroba baba baba real televraba. Shavari antorogo roba shagala bare. O rama shikeliaso. അപ്പൊ നമുക്കൊരു പ്രവൃത്തിയുണ്ട്. We have a works in us. ഹല്ലേലൂയ. Hallelujah. ചിലർ വന്ന് കർത്താവായ യേശുവിന്റെ അടുത്ത് ചോദിച്ചു. Some came and asked Jesus. ഹല്ലേലൂയ. Hallelujah. ഏതാ കർത്താവേ ഏറ്റവും നല്ല What പ്രവൃത്തി? is the greatest works? ഏതാ ഏറ്റവും നല്ല What പ്രവൃത്തി? is the most greatest and the finest works? ചാരിറ്റി ചെയ്യുന്നതാണോ? Is this doing charity? അല്ല. No. ഏറ്റവും നല്ല പ്രവൃത്തി The എന്താ? greatest work, what is this? മറ്റുള്ളവരെ Is it to സഹായിക്കുന്നതാണ്. help others? കർത്താവ് പറഞ്ഞു അതുമല്ല. No, it's not. ഏറ്റവും നല്ല പ്രവൃത്തി The greatest work കർത്താവിൽ is to വിശ്വസിക്കുന്നതാണ്. believe in Jesus. കർത്താവിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ The പ്രവൃത്തി. greatest work is to believe in Jesus. കർത്താവായ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രവൃത്തി. Believing in me is the greatest work. ഒന്ന് വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം Let's read from the book of John 6:28-29 ഒന്ന് വായിച്ചേ. 6:28 and 29. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. Then he said unto him, what shall we do that we may work the works of God? Then Jesus answered and said to them, this is the work of God, that you may believe in him whom he sent. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി ഏതെന്ന് ചോദിച്ചാൽ The most greatest thing the Lord desires, ഹല്ലേലൂയ, hallelujah, യേശുവിൽ വിശ്വസിക്കുന്നതാ. is to believe in Jesus. അതിലും വലിയൊരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയ ഒരു പ്രവൃത്തിയില്ല. No other work pleases God more than believing in Jesus. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ട് ദൈവം We സന്തോഷിക്കുന്നു. think certain things that we works that we accomplish, God is pleased by that. പ്രവൃത്തി നല്ലതാ. Works is good. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനം മുഴുവൻ പ്രവർത്തിക്കുന്നവരായിരുന്നു. These people of Israel are people who worked for God. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി They പ്രവർത്തിക്കുക. didn't work for God, they would do some works. അവർ പ്രവർത്തിക്കുക, കൽപ്പനകളെ അനുസരിക്കുക. They obey the commands of God. ഹല്ലേലൂയ. Hallelujah. അവർ യാഗങ്ങളെയൊക്കെ ചെയ്യും. They accomplished sacrifices, did sacrifices for the Lord. പക്ഷേ ദൈവം അയച്ചവനിൽ But വിശ്വസിച്ചില്ല. never believed in the one God sent for them. ദൈവം അയക്കുന്നവനിൽ വിശ്വസിച്ചില്ല. If they didn't believe in the one God sent for them, ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു Lord Jesus said, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ it is to പ്രവൃത്തി. believe in the one God has sent you, that is the greatest work. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എനിക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്ന In a way others can understand. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി വെളിപ്പെടാത്തതിന്റെ ഒരു കാര്യമാണ് Lot പറയുന്നത്. of reasons why works of the Lord has not been നമ്മൾ revealed in us. ആരാധിക്കുന്നുണ്ടോ We ആരാധിക്കുന്നുണ്ട്, worship our Lord for sure. പ്രാർത്ഥിക്കുന്നുണ്ടോ If പ്രാർത്ഥിക്കുന്നുണ്ട്. He asks, do we pray? We pray. പക്ഷെ എന്റെ വിശ്വാസത്തിന്റെ അളവ് എത്ര വലുതാ? What is my level of my belief and my faith? ഹല്ലേലൂയ. എന്ത് വിശ്വസിച്ചാ What പ്രാർത്ഥിക്കുന്നത്? do I believe and pray with? നടക്കുന്നെങ്കിൽ നടക്കട്ടെ, Let it happen if it needs to ഇല്ലെങ്കിൽ happen. ഇല്ല എന്നുള്ള വിശ്വാസം. If it doesn't happen, it doesn't ഒരു happen. പ്രവചന ശബ്ദം കേൾക്കും, When we hear a prophetic word, ഹല്ലേലൂയ, Hallelujah. ആമീൻ പറഞ്ഞ് and സ്വീകരിക്കുന്നത് you receive it by saying amen. നമ്മുടെ വിശ്വാസത്തിന്റെ എത്ര വലിയ ആഴത്തിൽ നിന്നുകൊണ്ട്. From what depths do we believe in it? ഹല്ലേലൂയ. Hallelujah. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, Abraham told the Lord, ദൈവമേ എനിക്കൊരു സന്തതിയില്ല, Lord, I don't have a generation. എന്റെ വീട്ടിലെ ദാസൻ My servant അടുത്ത അവകാശിയായി is the next inheritance. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദൈവം അബ്രഹാമിനെ കൂട്ടിക്കൊണ്ട് പുറത്തു പോയി. Then the Lord called Abraham, took him outside. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു നീ ആകാശത്തിലേക്ക് നോക്ക്, He told Abraham, look into the sky. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ Look at the stars in the sky. നിനക്ക് എണ്ണം പറ്റുമെങ്കിൽ നീ എണ്ണിക്കോ, If you can number them, number it. ഞാൻ ഇതുപോലെ നിന്നെ In വർദ്ധിപ്പിക്കും, this way I will increase you. ഞാൻ ഇതുപോലെ നിന്നെ In വർദ്ധിപ്പിക്കും. this manner I will increase you. ഒരു കൊച്ചു
കൊച്ചിനെ ജനിപ്പിക്കാനുള്ള ബലം ഈ You ശരീരത്തിലില്ല. don't even have the strength to birth out one child in your body. സാറയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല, Sarah didn't have the strength to. ആ പ്രായമില്ല, She didn't have that age. മുഴുവൻ പോയി It has കിടക്കുകയാണ്. all been lost. എന്ന് വെച്ചാൽ ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. There is no possibility of faith. പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യമില്ല. There is not even one possibility. അത് ഇല്ലാത്തത് കൊണ്ടാ പറഞ്ഞത് എനിക്ക് എന്റെ വീട്ടിലെ ദാസൻ ഇനി അടുത്ത അവകാശിയാകും. Because there is no possibility. That's why he said, will my servant become my inheritance? ഈ ഒരു പ്രതീക്ഷയും He ഇല്ലാത്തതിന് had no possibilities. ദൈവം വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, Lord called them out and said, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ look പോലെ at the നിന്നെ stars in the വർദ്ധിപ്പിക്കാം. sky. ഹല്ലേലൂയ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്നെ You will വർദ്ധിപ്പിക്കാം. be increased like the stars in the sky. ഓ, നമ്മ പ്രതീക്ഷയറ്റ മേഖലകളിൽ In your impossible realms. കേൾക്കുന്ന ദൈവ ശബ്ദത്തെ The word of God that you listen. നീ വിശ്വസിച്ചാൽ If you believe in ആ it, വിശ്വാസമാണ് ദൈവത്തെ that പ്രസാദിപ്പിക്കുന്നത്. faith is what pleases God. ഏറ്റവും നല്ല പ്രവൃത്തി The എന്ന്, greatest work he says. ഓ, ഏറ്റവും നല്ല പ്രവൃത്തി The എന്ന്. greatest work he says. ഓ, ഒന്ന് വായിക്കാമോ ഉൽപ്പത്തി പുസ്തകം Can we read from the book of Genesis? 15 Chapter 15. 5, 6, 7 5, വാക്യങ്ങൾ. 6 and 7. എന്റെ 4 വെച്ചു. സോറി 3 തൊട്ട് വെച്ചു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന്. അപ്പൊ അബ്രഹാം ഉറപ്പിച്ചു, ഇനി യവനാണ് അവകാശി. So Abraham was sure that he will become the heir of his son. കാരണം ഇനി അല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ല. Because there is no other possibility. ഹല്ലേലൂയ. എന്നിട്ട് അപ്പൊ ദൈവം പറഞ്ഞു, അവൻ നിന്റെ The Lord അവകാശിയാകില്ല said he will not become your heir. തന്നെ എന്ന് അരുളപ്പാടുണ്ടായി. പുറത്ത് കൊണ്ടുചെന്ന് ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഒരു പ്രതീക്ഷയില്ല, There was no possibility. ഒരു പ്രതീക്ഷയില്ല. No chance of ഇനി possibilities. ഒരിക്കലും അബ്രഹാമിൽ നിന്നൊരു സന്തതി എഴുന്നേറ്റ് There വരുന്നില്ല. was no chance for a heir to rise from Abraham. ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത When there was no chance, ദൈവം പറഞ്ഞു, Lord says, അബ്രഹാമെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ Abraham, look at the stars in ഞാൻ the sky. നിന്റെ സന്തതികളെ ആക്കി I തീർക്കുമെന്ന് will make your hairs become like that. ഒരു വാക്ക് പറഞ്ഞപ്പോ When he said that one word, അത് അതുപോലെ and വിശ്വസിച്ചു. he believed in likewise. അവിടെ പറയുന്നു, അത് അബ്രഹാമിന് നീതിയായി And he ദൈവം says it was കണക്കിട്ടു. counted as righteousness for Abraham. ആ ഒറ്റ വിശ്വാസത്തിൽ In that one belief that he ദൈവം believed. അബ്രഹാമിനെ നോക്കിയിട്ട് പറഞ്ഞു, God looked at Abraham ഇവൻ and said, നീതിമാനാണ്. you are a righteous man, ഇവൻ Abraham. നീതിമാനാണ്. Abraham, you are a righteous man. ഇവൻ നീതിമാനാണ്. Abraham, you are a righteous man. ഹല്ലേലൂയ. അതേ കർത്താവായ യേശു The Lord same Jesus. ഇന്ന് നമ്മളെ ഓരോരുത്തരെ He's നോക്കിയിട്ട് looking at each one of us. അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ But if you believe in him, കർത്താവായ യേശു ഇന്ന് പകൽ today സംസാരിക്കുന്നു. he is speaking to you and നീ saying നീതിമാനാണ്. that you are a righteous ഓ, one. നീ നീതിമതിയാണ്. That you are a righteous woman. ഇതിൽ എത്ര കളങ്കം വന്നു No പോയെങ്കിലും, matter how much നീ എത്ര things have been പാപത്തിന്റെ through, ചെറ്റിപ്പോയാലും, how much power of sin has been in you. ഇനി രക്ഷപ്പെടാൻ ഒരു Even when പ്രതീക്ഷയില്ലെങ്കിലും, there is no possibility for you to escape. കാൽവറിയിൽ മരിച്ച The one who has been died on the കർത്താവായ cross. യേശുവിൽ Because if you believe in the Lord നീ Jesus, വിശ്വസിക്കുന്നെങ്കിൽ, if you believe in the Lord നീ Jesus, വിശ്വസിക്കുന്ന ഒറ്റ പ്രവൃത്തി in കൊണ്ട് that one belief that you believe in ദൈവം Jesus, നിന്നെ നോക്കി പറയുന്നു, God is looking at you and saying, നീ ഇനി പാപിയല്ല, you are not a sinner നീ anymore. ഇനി നശിച്ച You വ്യക്തിയല്ല, are not a cursed person. നീ You ശാപത്തിന് are അടിമയല്ല, not a slave of sin. ഓ, നീ That you നീതീകരിക്കപ്പെട്ട have been made വ്യക്തിയാണ്. righteous. ഓ, റാപ്പാക്ക ശലമത്ത. ഓ, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാലല്ല, Not by the works of man, ഓ, അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് that his works are. വിശ്വസിക്കുന്നതാ, And if to believe in him, വിശ്വസിക്കുന്നതാ, to ദൈവം believe in നോക്കുന്നതാ. Jesus. ഓ, റാബ കർത്താവായ യേശു പറഞ്ഞില്ല, Lord Jesus didn't say. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞില്ല. Lord Jesus didn't say. അരിമത്തിക്കാരനായ യോസഫില്ലേ, Isn't that of Joseph?
എന്നെ ക്രൂശിച്ചപ്പോൾ who, when I was crucified, അധികാരപത്രം കൊണ്ടുവന്ന് he came with the letter of authority ബോഡി വാങ്ങിച്ചുകൊണ്ട് and received the body of Jesus. ആരെയും ഇതുവരെ അടക്കിയിട്ടില്ലാത്ത നല്ല കല്ലിൽ ചെത്തി ഉണ്ടാക്കിയ കല്ലറയിൽ എന്നെ വെച്ച He chose the finest tomb that no one else was laid. He chose that to put place Jesus. എന്നെ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്ത He did so much for me. അവൻ മാത്രം രക്ഷിക്കപ്പെടുമെന്ന് He only will be saved. ഹല്ലേലൂയ. Hallelujah. ഞാൻ ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ ആ ക്രൂശിനെ താങ്ങാൻ ഒരുവൻ വന്നില്ലേ? When I carried the cross, one came to help me carry the cross. പ്രവൃത്തി അവന്റെയൊക്കെ അല്ലേ? Works is his. ഹല്ലേലൂയ. Hallelujah. അവരല്ലേ കാൽവറിയിൽ ഞാൻ മരിച്ച സമയത്ത് പ്രവർത്തിച്ചവര്? Isn't them they helped Jesus when he was took the cross? എന്റെ ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചില്ല, അവരൊന്നും All പ്രവർത്തിച്ചില്ലല്ലോ. my disciples ran away. They didn't accomplish any works. പ്രവർത്തിച്ചത് ഇവരല്ലേ? It is them who accomplished things. അതുകൊണ്ട് ഇവർക്ക് മാത്രം രക്ഷ എന്നാണോ പറഞ്ഞത്? Salvation is only for them. അല്ല, പ്രവൃത്തിയാലല്ല. Jesus said not by works. രക്ഷ വരുന്നത് വിശ്വാസത്താൽ. Salvation comes by belief. വിശ്വാസത്താൽ. By faith. ഓ, വിശ്വാസികളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് For the works of those who believe. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നത്. Believing in Jesus. വിശ്വസിക്കുന്നത്. To believe in him. ഹല്ലേലൂയ. അബ്രഹാമേ, Abraham, സാറായേ, Sarah, നിങ്ങൾ എത്ര പ്രവർത്തിച്ചാലും how much ever you work, നിന്നിൽ നിന്ന് ഒരു ജനറേഷൻ വരത്തില്ല. no hair will come out of you. നിന്നിൽ നിന്ന് അടുത്തൊരു സന്തതി വരത്തില്ല. Next hair will not come out of you. പക്ഷേ നിന്നെ നീതീകരിക്കുന്ന ഒരു പ്രവൃത്തി നിന്നിലുണ്ട്. There is a righteous work in you. ഞാൻ പറയുന്നതിനെ If you വിശ്വസിക്കുന്ന, believe what I say, വിശ്വസിക്കുന്ന, if you believe what I say, നിനക്ക് വേണ്ടി for you, നിന്റെ സന്തതികളെ for your hairs, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ I will increase like the stars in the ഇന്ന് sky. പകൽ വിശ്വസിക്കുന്നവരുണ്ട്. Today, if there's anyone who believes in ജീവിതത്തിൽ him, വലിയ വർധനവിനെ there will be കൊണ്ടുവരാം. great increase in your life. ജീവിതത്തിലെ വലിയ അത്ഭുതത്തിന്റെ പ്രവർത്തികളെ Many works of miracles will have accomplished in your life. Oh, Rama Shakala Baba Barabala Variante. Orientala Mara Shakala Baba Variante. Orientala Baba Sereke. Shaba Baba Variantoro Colabria. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. In the name of Jesus, if you want the work of the Jesus to be കേൾക്കുന്നതിനെ accomplished, വിശ്വസിക്കുക. today believe in him. വിശ്വസിക്കുക. Believe in him. നിന്റെ പാസ്റ്റ് നോക്കിയല്ല ദൈവത്തെ Do not look വിശ്വസിക്കുന്നത്. at your past and believe in Jesus. നിന്റെ ഓൺ പ്രവൃത്തി നോക്കിയല്ല Do not believe in your വിശ്വസിക്കുന്നത്. own works and believe in Jesus. കാൽവറിയിൽ യാഗമായി തീർന്ന One who became a sacrifice യേശുവിന്റെ പ്രവൃത്തിയെ by the നോക്കുക. works of Jesus. അവനവന്റെ പ്രവൃത്തിയെ നോക്കി സ്വയം നീതീകരിക്കാനല്ല. You are not made righteous by your own works. കാൽവറിയിൽ യാഗമായി യേശുവിനെ നോക്കി Well, look at the Jesus who accomplished the work on the യേശുവിന്റെ cross. പ്രവൃത്തിയിൽ Look at his വിശ്വസിക്കുക. work on the cross. യേശുവിന്റെ പ്രവൃത്തിയിൽ നീ Believe വിശ്വസിക്കുക. in the works of Jesus on the cross. അത് നിനക്ക് നീതിയായി And that will be കണക്കിടണം. counted as righteousness for you. യേശുവിന്റെ പ്രവൃത്തിയിൽ മരിച്ചവർ ഉയർത്തിട്ടുണ്ടെങ്കിൽ In the works of Jesus, if the dead are raised, നീ ആ യേശുവിനെ നോക്കി look വിശ്വസിക്കുക. into that Jesus and believe. നിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നത് ജീവൻ വെച്ച് വരും. Everything that has been dead in your life will come back alive. ഓ, യേശു കുരുടനെ സൗഖ്യമാക്കിയെങ്കിൽ Jesus healed the blind and gave him ആ sight. പ്രവൃത്തിയെ നോക്കി വിശ്വസിക്കുക. Believe in that work and believe in his നിന്റെ works. അടഞ്ഞുപോയ വഴികൾ തുറന്നു വരും. Every closed door will open for you. അടഞ്ഞുപോയ വഴികൾ തുറന്നു Every വരും. closed way will open up for you. വിശ്വസിച്ച Believe in ഇന്ന് him. പകൽ Today, is വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ there anyone who believe in that Jesus? ഓ, അഞ്ചപ്പം കൊണ്ട് 5 with 5 bread. 5000 പേരെ If he fed അവൻ 5,000, പോഷിപ്പിച്ചെങ്കിൽ if he can feed the 5,000, ആ പ്രവൃത്തിയിൽ if you വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ believe in that works, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് in വർധനവുണ്ടാകും. these days you will see increase in your life. നിന്റെ ഇല്ലായ്മകളിൽ വർധനവ് In your വെളിപ്പെടും. emptiness you will see an increase for sure. Oh, Rabba Shakala Baba Baba Baba. Orientala Baba Baba Satelia. പക്ഷപാതക്കാരനെ യേശു കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ The Lord who raised the disabled man. ആ യേശുവിന്റെ പ്രവൃത്തിയിൽ If we believe വിശ്വസിക്കുക. in that work of Jesus, നിന്റെ തളർന്നു പോയ മേഖലകളെ അവൻ every എഴുന്നേൽപ്പിക്കും. paralyzed area in your life will be lifted up and come back to life. നിന്റെ ക്ഷീണിച്ചതും തളർന്നു പോയതുമായ Everything that has been paralyzed, എല്ലാ മേഖലകളെയും every realm in your life അവൻ എഴുന്നേൽപ്പിക്കുന്ന will be ദൈവമാണ്. lifted up and stand on their feet. ഓ, വിശ്വസിക്കുക. Believe in the works of ആ Jesus. പ്രവൃത്തിയിൽ Believe വിശ്വസിക്കുക. in the work of Jesus. Oh, Rabba Satela Baba Baba. Orientala Baba Riantala Baba Baba. Labaria Kalamaraka de Labaria. കർത്താവായ യേശു ഒരു ഭവനത്തിലിരുന്നു. Lord Jesus went to a home.
ഒരു ഭവനത്തിലിരുന്നു. When he sat in a house, 4 പേർ കൂടി 4 came together. ഒരു പക്ഷവാതക്കാരനെ A paralyzed man. ചുമന്നു കൊണ്ടുവന്നു. They carried that paralyzed man. ഹല്ലേലൂയ. Hallelujah. ആളുടെ തിരക്ക് കൊണ്ട് Due to the crowd, അവർ മേൽക്കൂര they ഇളക്കി took off the roof. അവനെ ഇറക്കി. He brought him down. യേശു കർത്താവ് നോക്കി. Lord Jesus looked at them. നിങ്ങളുടെ വിശ്വാസം വലുതെന്ന് പറഞ്ഞു. Your faith is great. പക്ഷവാതക്കാരനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. Told the paralyzed man to get up. നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. Your sins have been forgiven. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു അവരെ നോക്കിയിട്ട് Now Jesus looked at them and said, നിങ്ങൾ ചുമന്നുകൊണ്ട് വന്ന പ്രവൃത്തി നല്ലതെന്ന് He പറഞ്ഞില്ല. didn't say the work of you carrying them is great. നിങ്ങൾ മേൽക്കൂര ഇളക്കി അവനെ ഇറക്കിയില്ല, അതുകൊണ്ട് ഞാൻ സൗഖ്യമാക്കാന്ന് പറഞ്ഞില്ല. He didn't say because you took all that effort to remove the roof and brought him down, because of that I will heal him. ഇനി അവനെ എടുത്ത് കട്ടിലേക്ക് കടത്തി നിങ്ങൾ 4 പേരും കൂടെ ചുമന്നില്ലേ? Because you carried them in a bed so much, toiled so much, because of that I will heal him. നിങ്ങളുടെ ആ പ്രവൃത്തി ഭയങ്കര വലുതല്ലേ? Your works is great. He didn't say that. അതുകൊണ്ട് ഞാൻ അവനെ സൗഖ്യമാക്കാന്ന് He പറഞ്ഞില്ല. didn't say that because of the works that you did I will heal him. ഹല്ലേലൂയ. മേൽക്കൂര ഇളക്കിയ പ്രവൃത്തി കൊണ്ട് പറഞ്ഞില്ല. Not because them taking off the roof he healed him. കർത്താവ് അവരെ നോക്കിയിട്ട് ഒറ്റ കാര്യമേ He only പറഞ്ഞുള്ളൂ. looked at them and said one thing. നിങ്ങളുടെ വിശ്വാസം, Your belief, നിങ്ങളുടെ വിശ്വാസത്തെ your കണ്ടിട്ട്, faith, looking at your faith, നിങ്ങളുടെ വിശ്വാസത്തെ കണ്ടിട്ട് looking at your faith, ഇവനെ സൗഖ്യമാക്കാതിരിക്കാൻ I പറ്റുന്നില്ല. cannot not heal him. നിങ്ങളുടെ വിശ്വാസത്തെ കണ്ടിട്ട് Looking at your faith, ഇവന്റെ പാപത്തെ ക്ഷമിക്കാതിരിക്കാൻ I പറ്റുന്നില്ല. cannot not take away his sin. നിങ്ങളുടെ വിശ്വാസത്തെ കണ്ടിട്ട് Looking at your faith, ഈ മേൽക്കൂര ഇളക്കിയ പ്രവൃത്തിയല്ല, not by the works of you taking ഈ off the roof, ചുമന്ന പ്രവൃത്തിയല്ല, not what you accomplished, നിന്റെ വിശ്വാസം but ഉണ്ടല്ലോ, looking at your faith. ആ വിശ്വാസമല്ലേ നിന്നെ കൊണ്ട് ഇതൊക്കെ It is ചെയ്യിപ്പിച്ചത്. that faith that made you do all these things. ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വിശ്വാസം It ഇല്ലേ? is that faith that made you do ആ all these things. വിശ്വാസത്തെ കണ്ടിട്ട് Looking at that faith. ഇന്ന് പകൽ ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ? Today, is there anyone who believe in such a manner? ഹല്ലേലൂയ. Hallelujah. നമുക്ക് പല പ്രവൃത്തികളുണ്ട്. We have many works. നമുക്ക് വലിയ പ്രവൃത്തികളുണ്ട്. We have great works. ട്രാക്ട് We കൊടുക്കുന്നവരുണ്ട്. give tracts. അല്ലേ, വലിയൊരു പ്രവൃത്തിയാ. It's a great work. പക്ഷെ എത്ര പേർ ട്രാക്ട് കൊടുക്കുമ്പോൾ വിശ്വസിക്കുന്നു ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി വാങ്ങുമ്പോൾ അയാളുടെ ഹൃദയത്തിന്റെ അകത്ത് വ്യത്യാസം വരും? How many believe when you give this tract that when whoever I gives this tract, you believe that that person will see a change in their life? എൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. That there's anointing in me. എൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. There's the spirit of the Lord in me. പൗലോസിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവന്, The person who touched the garment of Apostle Paul, ഉത്തിരിയോ റൂമാലും കൊണ്ടുപോയിട്ടപ്പോൾ even when they took the kerchief from his hands, ഭൂതങ്ങൾ പുറത്തു the പോയെങ്കിൽ demons still driven എൻ്റെ കയ്യിൽ നിന്ന് out. ഒരു ട്രാക്ട് വാങ്ങിച്ചാൽ, When someone takes a tract from my ഞാൻ hand, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഫുഡ് വാങ്ങിച്ചു when I കൊടുത്താൽ give and buy a food for someone, അതിന്റെ അകത്തൊരു ശക്തി there's a വ്യാപരിക്കും. power that moves in it. ദുരാത്മാക്കൾ പുറത്തു പോകുമെന്ന്. Demons will be driven out. അങ്ങനെയുള്ള വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന Do എത്ര you പേരുണ്ട്? accomplish works with that faith? നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. We do works. എന്തിനാ? For what? ദൈവത്തിന്റെ വേല എന്തെങ്കിലും ചെയ്തെന്നൊന്ന് പറയണം. You have to say that I did some work of God. ദൈവത്തിന്റെ വേല എന്തെങ്കിലും ചെയ്തെന്ന് പറയണം. Not to say that I did some work of God. ഹല്ലേലൂയ. Hallelujah. അത് വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ Are ചെയ്യണം. we speaking or doing something from the depths of our faith or belief in നമ്മൾ Jesus? ആരാധിക്കുമ്പോൾ അങ്ങനെ വിശ്വസിച്ച് ആരാധിക്കുന്നവർ എത്ര When പേര്? we worship, do we believe in Him such deeply and worship Him? ഞാൻ ആരാധിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നെന്ന്. When I worship Him, the angels come down and worship with me. ആരാധനകളുടെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ ഇറങ്ങി The നിൽക്കുന്നു. one who dwells in the midst of the praises comes down. വിശ്വസിച്ചുകൊണ്ട് You ആരാധിക്കുന്നത്. believe in Him and worship Him. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് When you പ്രാർത്ഥിക്കുന്നു. pray, do we believe and pray? ഹല്ലേലൂയ. Hallelujah. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവാ. It is very few that is we see in our life. നമ്മൾ ജാതികളെ പോലെ ഇരുന്ന് ജൽപ്പനം ചെയ്യുന്നവരാ. We like Gentiles, we speak lot of things. ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് We ആയി repeatedly speak the same prayers or same things. പക്ഷെ കർത്താവായ യേശു ഒരു കാര്യം പറഞ്ഞു. But Lord Jesus said one thing. വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി If any person who believes, എൻ്റെ അടുക്കൽ വന്ന, if they come to me, പിന്നെ നീ ഇങ്ങനെ ജൽപ്പനം ചെയ്യുമെന്ന് that വേണ്ട. you will not speak like repetitive things. പിന്നെ നിനക്ക് അപ്പം ചോദിക്കത്തക്ക രീതി ഒരിക്കലും In വിശപ്പുണ്ടാകത്തില്ല. a way that you want hunger or for anything because you have so much bread for you. നിനക്ക് നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിനക്ക് ഒരു നാളും ദാഹം You ഉണ്ടാകത്തില്ല. will never thirst when you come to me. നമ്മുടെ ജൽപ്പനങ്ങൾ തീരുന്നില്ല. Our needs are never stopping. സേഹിയും പ്രാർത്ഥനകൾ ഇങ്ങനെ ആവശ്യങ്ങൾ
ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് We are പറയും. always praying for the same things what we need or what we need from God. That is the same prayer that we pray. പക്ഷെ കർത്താവായ യേശു പറയുക, But Lord Jesus said, വിശ്വസിക്കുന്ന ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ one who believes comes to me, അവന് പിന്നെ അതിന്റെ ആവശ്യങ്ങളുണ്ടാവും. he will have no necessities he had to pray for. നമ്മൾ ഇതേ വാക്യം വായിച്ച് Let's read the യോഹന്നാന്റെ സുവിശേഷം From John, book of John 6:28-29 വായിച്ചത്. 6:27-28 we read. അതിന്റെ 34-35 വായിച്ചേ. Let's read 34 and 35. അവൻ ഒരു മിനിറ്റ്. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് ദൈവത്തിന് പ്രസാദമായ ഏറ്റവും വലിയ പ്രവൃത്തി. For the Lord Jesus said, he who believes in Jesus, that is the greatest work God is pleased. അപ്പോൾ കേട്ടെന്നൊരു ഉടനെ പറഞ്ഞു, അതിന് നിന്നിൽ എത്ര വലിയ പ്രവൃത്തിയൊന്നും കണ്ടില്ലല്ലോ. So those who were listening to him said, there is not much great works happened through you. ഞങ്ങളുടെ മോശയാണെങ്കിൽ Our Moses ദൂതന്മാരുടെ അപ്പം ഞങ്ങൾക്ക് brought us കൊണ്ടുവന്നു. the bread of angels. സ്വർഗ്ഗത്തിലെ അപ്പത്തെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് He തന്നത്. brought the bread of the heavens and brought to us. നീ അത്ര വലിയ പ്രവൃത്തിയൊന്നും You ചെയ്തില്ലല്ലോ. haven't accomplished such kind of works. ഹല്ലേലൂയ. അതിന്റെ 32-33 വായിച്ചേ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. Amen. Most assuredly I say to you, Moses did not give you the bread from heaven, but my Father gives you the true bread from heaven. For the bread of God is he who comes down from heaven and gives you the life to the world. ഹല്ലേലൂയ. അവർ പറഞ്ഞത്, മോശ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ഞങ്ങൾക്ക് കൊണ്ടുവന്നു. So Moses brought the bread from the heaven. യേശു കർത്താവ് പറഞ്ഞു, മോശയല്ല അത് തന്നത്, Lord Jesus said it was not Moses who സ്വർഗസ്ഥനായ gave എൻ്റെ it. പിതാവാണ് അത് It was my തന്നത്. Father who gave it to you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു പറഞ്ഞത്, Lord Jesus said, പിന്നെ എൻ്റെ അടുക്കൽ വരുന്നവൻ. those who come near to me. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ അപ്പം എപ്പോഴും കിട്ടണം ഈ സ്വർഗത്തിൽ They നിന്നുള്ള said, അപ്പം. we always want to get this bread for a lifetime. കർത്താവായ യേശു അതിനുള്ള മറുപടി പറയുകയാണ്, Lord Jesus replied back and said, എൻ്റെ അടുക്കൽ വരുന്നവന് one who comes to me, വിശക്കില്ല. he will not be hungry anymore. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. For those who believe in me will no longer thirst. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഇസ്രായേൽ ജനം The people of Israel, ഏറ്റവും കൂടുതൽ ദൈവത്തോട് എതിർത്തത്, most time they rebelled against God. പിറുപിറുത്തത്, They murmured against God. മരുഭൂമി കടന്ന് ചെയ്തത് What they did in the wilderness അപ്പത്തിനും വെള്ളത്തിനുമായിട്ട്. is for water and bread. ഹല്ലേലൂയ. Hallelujah. അവരുടെ ഏറ്റവും വലിയ പിറുപിറുപ്പ്, The greatest rebellion, ദൈവത്തോടുള്ള കുറ്റം പറച്ചിലും, the rebellion against അവർക്ക് God. മടങ്ങി പിന്നെ ഈജിപ്തിൽ പോണോന്ന് പറഞ്ഞതും, The desire for them to return back to Egypt എല്ലാ ആഹാരവും വെള്ളവും was സംബന്ധിച്ച. over food and water. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ദൈവം അവർക്കത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. But the Lord kept on providing them the food and the water. ഹല്ലേലൂയ. Hallelujah. പക്ഷെ അവർക്ക് ആർക്കും ദൈവത്തിന്റെ അടുക്കലോട്ട് പോകാൻ ആഗ്രഹമില്ല. No one had the desire to go near to God. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ അടുക്കലോട്ട് പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് Because they didn't have the desire to go near God. അവർക്ക് ഇറച്ചി കിട്ടിയാൽ ഇറച്ചി കഷ്ണം പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ പിന്നെ അടുത്തതിന് പിറുപിറുക്കും. Even if they get meat, even when the meat is in their tooth, they will still rebel against God. ഹല്ലേലൂയ. Hallelujah. അവരുടെ മാറ മധുരമായി കഴിഞ്ഞാൽ Even when their bitterness turned into sweet, അത് കുടിച്ചു കഴിഞ്ഞ് after drinking that water, ഒരു ദിവസം കഴിയുന്നതിന് മുമ്പേ അവർ അടുത്ത വെള്ളത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും. before the next day ends, they will go quarrel for the next water. നമ്മളെ പോലെ Yeah, they're like that. ഒരു വിടുതൽ കിട്ടിയാൽ After getting one deliverance, അടുത്ത ദിവസം തന്നെ ദൈവത്തിനോട് പിറുപിറുക്കും. next day we will rebel against മറ്റൊരു God ആവശ്യം പറഞ്ഞു. for another asking another need. ഹല്ലേലൂയ. Hallelujah. എനിക്ക് തോന്നുന്നു കർത്താവിന്റെ സുരേഷ് ബാബു പാസ്റ്ററാന്ന് തോന്നുന്നു,
It was one time Pastor Suresh Babu. അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റവും വലിയൊരു ഉപദേശം ഞാൻ തരാം. When he came, he said, he told us one counsel. ഹല്ലേലൂയ. Hallelujah. ഒരിക്കലും നമ്മുടെ മുമ്പിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന അടുത്ത് ശുശ്രൂഷ സ്വീകരിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും ഒരു അനുഗ്രഹമോ നല്ല വാക്കോ പ്രതീക്ഷിക്കരുത്. We should never be expecting of any good things or good words or promises from those who minister to us. അത് കിട്ടത്തില്ല. You will not receive it. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ക്യാൻസർ സൗഖ്യമാക്കിയ ഒരു കുടുംബം. He says, the family I prayed for them to heal from cancer. ഒരു മാസം കഴിയുന്നതിന് മുമ്പ് Before 1 month ended, സഭയ്ക്കകത്ത് എനിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. that person raised voice against pastor and started to rebel against that pastor in his church. കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ആവശ്യങ്ങളുടെ പുറകില. The reason is they are behind the needs. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ ഉള്ളവരാ. Out of times we are like this manner. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ പിറുപിറുക്കുന്നവരാ. We also rebel like this manner. നമുക്ക് പിറുപിറുക്കാൻ കുഞ്ഞു കാര്യങ്ങൾ മതി. We only need small things to rebel. ദൈവത്തോടായാലും ദൈവത്തിൻ്റെ ദാസന്മാരോടായാലും എല്ലാം പിറുപിറുക്കാൻ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. To rebel against God or the men of God, we don't need big things. Only small things are needed. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങൾ മതി. Small things are needed. ഹല്ലേലൂയ. നമ്മൾ അപ്പോൾ ദൈവം ചെയ്തതിനെ ഓർക്കത്ത് പോലുമില്ല. You don't look at what God has done in our life. കാരണം ഈ ഇസ്രായേൽ ജനം ഇതുപോലെയാ. People of Israel are like this. ഹല്ലേലൂയ. അവർക്ക് മന്ന കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും They even after receiving manna, അതിന്റെ ടേസ്റ്റ് നാവിലിരിക്കുമ്പോഴും even when the taste of manna was in their tongue, അവർ പറയുന്നത് പിന്നെ മിസ്രൈമിലെ ഉള്ളിയും വെളുത്തുള്ളിയും ചിറ്റുള്ളിയും ഒക്കെ ഏറ്റവും ടേസ്റ്റി ആയിരുന്നു. they said the onions and the garlic of the Egypt was even more tastier than the manna of heavens. ഹല്ലേലൂയ. Hallelujah. ഇവർ ഏറ്റവും കൂടുതൽ പിറുപിറുത്തത് ഇതിനു വേണ്ടിയിട്ടാണ്. They quarreled or rebelled against God mostly on the matter of food. ഇതിന്റെ ഒരു കാര്യം കർത്താവായ യേശു പറയുക, The reason why Jesus says is, ഇവർ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. they are not coming to me. ഇവർ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. They are not coming to me. എൻ്റെ അടുക്കിലേക്ക് ആരെങ്കിലും If വന്നായിരുന്നെങ്കിൽ anyone had come to me, അവന് പിന്നെ പിറുപിറുക്കാൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ വിശപ്പ് he will വരത്തില്ല. no longer have hunger for him to rebel against എന്നിൽ me. ആരെങ്കിലും ഒന്ന് If വിശ്വസിച്ചായിരുന്നെങ്കിൽ anyone had believed in me, പിന്നെ പിറുപിറുക്കേണ്ടതിന് ഒരിക്കലും അവനൊരു ദാഹം he will ഉണ്ടാകത്തില്ല. never have the thirst for him to rebel against me. പ്രിയ ദൈവമക്കളെ, My dear children, നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വിശപ്പില്ലാതെ, in a manner that you will no longer ഹല്ലേലൂയ, hunger, വിശപ്പില്ലാതെ, no longer you ഒരിക്കലും thirst, ദാഹമില്ലാതെ, no longer that you thirst. ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കണമെന്ന് If you ആഗ്രഹമുണ്ടെങ്കിൽ desire to serve God, ഒറ്റ കാര്യമേ ഉള്ളൂ, there's only one thing that you അവന്റെ need. അടുക്കലേക്ക് കയറി ചെല്ലാം, Come unto him. അവനിൽ You വിശ്വസിക്കാം. believe in him. ഓ റാബ Hallelujah. ഇസ്രായേലിന്റെ ഒരു വ്യക്തിക്ക് പോലും In people of Israel, ദൈവത്തിന്റെ അടുത്ത് കയറി ചെല്ലണമെന്ന് ആഗ്രഹമില്ല. they didn't have desire to go near God. ഹല്ലേലൂയ. അവർക്ക് ഇത് കിട്ടിയാൽ മതി, അനുഗ്രഹങ്ങൾ They വന്നാൽ just want മതി. to receive blessings. ആ അനുഗ്രഹം കിട്ടും, നാളെ നഷ്ടപ്പെടും, They will പിന്നെ receive the blessing, പിറുപിറുക്കാം. they lose it, then they again rebel and പക്ഷെ ask മോശെ God. ഒരുവൻ കയറി ചെല്ലാം. And when Moses entered, അവൻ 40 രാവും പകലും ദൈവത്തോട് കൂടെ he ഇരുന്നാലും sat 40 days and night in the അവന് presence of God. വിശക്കത്തില്ല. He was never hungry. അവന് He ദാഹിക്കത്തില്ല. was never thirsty. പാലും തേനും ഒഴുകുന്ന കനാനെ കാണിച്ചു കൊടുത്താലോ Even when he was shown the milk and honey land of Canaan, അവൻ പറയും, ഈ ലോക മോഹങ്ങൾ എന്നെ തൊടുന്നില്ല. even all the desires of the Lord will never touch ഈ me. സുഖ സൗകര്യങ്ങളുടെ മോഹങ്ങൾ എന്നെ പിടിക്കുന്നില്ല. These luxuries of the world never touch me. കാരണം എന്റെ ആഗ്രഹം My desire എന്റെ ദൈവത്തിന്റെ അടുത്ത് is to എന്നിരിക്കാൻ. go near to my God. ഹല്ലേലൂയ. പലപ്പോഴും Many times, എത്ര കിട്ടിയിട്ട് സംതൃപ്തി no വരാത്തത്, matter what I receive, we are not satisfied. എത്ര സൗഖ്യങ്ങൾ കിട്ടിയിട്ട് പിന്നെ രോഗങ്ങൾ കയറി How much വരുന്നത്, ever we receive healing, we still back to sickness. എത്ര പ്രശ്നങ്ങൾ മാറിയിട്ട് പിന്നെ പ്രശ്നങ്ങൾ How കയറി much ever the വരുന്നത്. problems are removed, we are entering into problems അതിന്റെ again. കാരണം എന്ന് പറയുന്നത്, The reason why it is, ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ when you ആഗ്രഹമില്ലാത്തത്, desire to stand with God, അവനിൽ നിന്നുള്ള അപ്പം മതി, His bread is enough, അവനിൽ നിന്നുള്ള വെള്ളം മതി, His water is enough. ആ യേശുവിനെ വേണ്ട. You don't want this Jesus. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ Those their life, എന്നും വരൾ ചെയ്യും, they will have a dryness. എന്നും ക്ഷാമം They ഉണ്ടാകും. will have a famine. എന്നാൽ കർത്താവായ യേശു പറഞ്ഞു, But Lord Jesus says, ദൈവത്തിന്റെ അടുക്കൽ ആരെങ്കിലും one കയറി who വന്നാൽ comes to Jesus, നിന്റെ ജീവിതത്തിൽ ക്ഷാമം there ഉണ്ടാകത്തില്ല. will not be famine in our നീ life. വിശപ്പിന് വേണ്ടി നിലവിളിക്കേണ്ടി You will വരത്തില്ല. not cry out because you are നീ hungry. എപ്പോഴും അപ്പം തരണമേ എന്ന് പറഞ്ഞു. You will say, give me life bread always. കർത്താവേ, നിനക്ക് അപ്പത്തിന്റെ ആവശ്യമേ You ഉണ്ടാകത്തില്ല. will not have the necessity for bread. ഹല്ലേലൂയ. Hallelujah. നിനക്ക് വിശക്കത്തില്ലെന്ന് പറഞ്ഞാൽ, When you say you're not hungry, ഒരു എക്സാമ്പിൾ പറഞ്ഞ, example if I say, ഞാൻ ഓസനച്ചാനെ വിളിക്കുക, I'm calling Austin brother. അച്ഛാ നമുക്ക് ഇന്ന് പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക്
ഒരു ബൊഫെ പോയി കഴിക്കാം. Today afternoon, let's go to a buffet and eat. ഹല്ലേലൂയ. അച്ഛൻ വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുന്ന ആളാ നീ പറയും എനിക്ക് വിശപ്പില്ല. If a brother had already ate his lunch, ഞാൻ he would say, വരുന്നില്ല. he would say, I will not come because I'm already full. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ജെറോം Hallelujah. ബ്രദർ വയറ് നിറയെ വെള്ളം കുടിച്ചിട്ടിരിക്കുന്ന ആളാണെങ്കിൽ I might be someone who drank a lot of water. നല്ല ജ്യൂസ് ഉണ്ട് കുടിക്കുന്നോന്ന് ചോദിച്ചാലോ, If I ask him, there's a good juice, do you want to drink? ജെറോം ബ്രദർ പറയും എനിക്ക് ഇത് ദാഹിക്കുന്നില്ല. I will say, I'm not thirsty anymore. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? Do you understand what Jesus is saying? നിനക്ക് വിശക്കണമെങ്കിൽ For you to grow hungry, നിന്റെ വയറെപ്പോഴെങ്കിലും എംപ്റ്റി ആകണം. your stomach has to be പക്ഷേ empty. എന്റെ അടുത്ത് കേറി വരുന്നവന് But when you enter into me, emptiness ഉണ്ടാകത്തില്ല. you will not be empty anymore. emptiness There ഉണ്ടാകത്തില്ല. will be nothing empty in ഹല്ലേലൂയ. you. നിനക്ക് എപ്പോഴെങ്കിലും വിശക്കണമെങ്കിൽ If you want to be hungry, നീ ആഹാരം ഇല്ലാതിരിക്കണ്ടേ. you have to be, you should എന്റെ not have അടുക്കൽ food. വരുന്നവന് ആഹാരം ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടാകത്തില്ല. When you come to me, there will be no longer time that you will not have എപ്പോഴും food. തൃപ്തിപ്പെടുത്തി You are always satisfied when you come to me. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത്, That's why our apostle said, ഞങ്ങളുടെ ഇടയിൽ കുറവുള്ള ഒരുവൻ പോലുമില്ല. not even one who is short in us. ഞങ്ങളുടെ ഇടയിൽ കുറവുള്ള ഒറ്റ There വ്യക്തിയില്ല. is not even one person who has കാരണം shortcomings in us. ഞങ്ങളെല്ലാം We all, ഓ ക്രിസ്തുവിന്റെ through Jesus, പ്രോസ്പെരിറ്റിക്കകത്താ ഞങ്ങളെ we are നടത്തുന്നത്. being led in the prosperity through Christ. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞേ, In the book of Corinthians, he says, ക്രിസ്തുവിൽ സകലത്തില് through Christ, ഓ സകല ദൈവവചനത്തില് every word of God, സകല ദൈവിക വെളിപ്പാടുകളില് every revelations of God, നമ്മളെ He has സമ്പന്നനാക്കുന്നവന്റെ made us rich. സമ്പന്നത, Richness, ഓ സകലത്തിൽ സമ്പന്നനാക്കുന്ന, richness in everything. ഹല്ലേലൂയ. ഇതാ കർത്താവായ യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വന്നാൽ When you come unto me, നിന്റെ അകത്ത് സമ്പന്നത there വെളിപ്പെടും. will be fulfilling riches in നിനക്ക് you. ജീവിതത്തിൽ പിന്നെ വിശക്കത്തില്ല. You will not be hungry നിനക്ക് anymore. ജീവിതത്തിൽ ദാഹിക്കത്തില്ല. You will not thirst കാരണം anymore. നിന്റെ അകത്ത് ക്രിസ്തുവിന്റെ Because സമ്പന്നത the വെളിപ്പെടും. richness of Christ is revealed in you. ഓ ഇന്ന് പകൽ യേശുവിൽ Today വിശ്വസിക്കുന്ന, we believe in this Jesus. യേശുവിനെ മാത്രം മതി എന്ന് We say, പറയുന്നവരുണ്ടായി. I want only this Jesus. നിന്റെ ആരോഗ്യത്തിൽ സമ്പന്നത There will be വെളിപ്പെടും. richness in your health. നിന്റെ സമ്പത്തിൽ സമ്പന്നത There will be വെളിപ്പെടും. richness in your wealth. നിന്റെ കൃപാവരങ്ങളിൽ There will be richness in the gifts of the Holy Spirit. കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുന്നു, In the book of Corinthian churches, he says, കൃപാവരങ്ങൾക്ക് ഒന്നിന് പോലും there കുറവില്ല. is nothing lacking of gifts in you. അവിടെ കുറവുണ്ടെങ്കിലല്ലേ വിശക്കത്തുള്ളൂ. Because only if you have a shortness, you will ഒന്നിന് hungry. കുറവില്ല. There is nothing shortness. കൃപാവരങ്ങൾക്ക് കുറവില്ല. There is no shortage. അഭിഷേകത്തിന് There is കുറവില്ല. no shortage of anointing. There is no shortage of gifts. നീ പുഷ്ടി പ്രാപിക്കുന്ന, For you to be strengthened. പുഷ്ടി പ്രാപിക്കുന്ന, For you to be strengthened. വിശ്വസിക്കുന്നവരാരുണ്ട്? Those who believe. ഇന്ന് പകൽ പറയാമോ? Today can you say, കർത്താവേ, നിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. Lord, I believe in your works. ഞങ്ങൾക്ക് അങ്ങേ മതി. We want only you. അങ്ങയുടെ അടുത്ത് കയറി വരാൻ For we ആഗ്രഹിക്കുന്നു. desire to come next to you, near to you. ഇസ്രായേൽ ജനം 40 ആണ്ട് The people of Israel for 40 മരുഭൂമി years, കിടന്ന് കറങ്ങിയിട്ട് they have been circling around the wilderness. അവർക്ക് അങ്ങേ അടുത്ത് കയറി വരാൻ They തോന്നിയില്ല. never had the desire to come near to you. അവർ ആരെങ്കിലും ഒരു വ്യക്തി കയറി വന്നാൽ, If one had come to you, ഹല്ലേലൂയ, അവർ കയറി വന്നായിരുന്നെങ്കിൽ if they had come to you, മരുഭൂമി നശിച്ചു they പോകത്തില്ല. would not have been perished in the wilderness. അവർ വിശപ്പ് അനുഭവിക്കത്തില്ല. They would not have experienced hungerness. ഇസ്രായേൽ ജനം ഈ ദാഹം കൊണ്ട് നിലവിളിച്ചപ്പോ And people of Israel cried out with this thirst. അവര് പറഞ്ഞു കേൾക്കാം, ഞങ്ങൾ ദാഹം കൊണ്ട് ഇപ്പോൾ മരിച്ചു പോകും. They said, because of thirst we will perish. ഈ മോശയ്ക്ക് ഈ ദാഹമില്ലായിരുന്നു. But didn't Moses didn't have this thirst? മോശയല്ല അപ്പൊ ആദ്യം ഇത് വിളിച്ചു പറയുന്നത്. Moses, who shouldn't he called this, said this and cried out. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അവർ ആഹാരത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ When they cried for food, മോശയ്ക്ക് ഈ വിശപ്പില്ലായിരുന്നു. Moses, didn't he have this hunger in him? മോശയല്ല ആദ്യം ഇത് വിളിച്ചു പറയുന്നത്. Wouldn't have Moses cried out first about this? ഹല്ലേലൂയ. Hallelujah.
മോശയ്ക്ക് ഒരു കാര്യം അറിയാം. Moses knew one thing. മോശയ്ക്ക് ഒരു കാര്യം അറിയാം. Moses knew one thing. ഹല്ലേലൂയ. ദൈവസന്നിധി കയറി ചെന്നാൽ When I entered the presence of നിനക്ക് God, കാക്കയുടെ വരവ് നോക്കിയിരിക്കേണ്ട I don't ആവശ്യം have to wait വരത്തില്ല. for the arrival of the craven. നിന്റെ ശരീരത്തിലെ വസ്ത്രവും ചെരുപ്പും തേയുന്നില്ലെങ്കിൽ If your cloth in your body and നിന്റെ your sandals are not worn out, ആരോഗ്യത്തെയും even your health, നിന്റെ അകത്തെ വിശപ്പിനെയും and the hunger in നിന്റെ you, വയറിനെയും and your stomach, പുറമെ ഉള്ളത് ദ്രവിക്കാതെ സൂക്ഷിക്കാമെങ്കിൽ if what is external will not perish, നിന്റെ അകമേയും നിറച്ചിരിക്കാൻ even your inside to be നിന്റെ filled, അകമേയും നിറച്ചു വെക്കാൻ for your inside to be filled, കഴിവുള്ള ഒരു ദൈവമുണ്ട്. there's a God who can do it. വിശ്വസിച്ചാൽ If you believe, ഈ ദൈവത്തിന്റെ മഹത്വം you will കാണാം. see the glory of God. ദൈവത്തിന്റെ പ്രവൃത്തി You will see കാണണമെങ്കിൽ the works of God. കർത്താവ് യേശു പറഞ്ഞു വിശ്വസിക്കുക. Lord Jesus said, believe in ഇന്ന് me. പകൽ വിശ്വസിക്കുന്നവരുണ്ട്. Is there anyone who believe in Jesus? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുമേശയിലേക്ക് Today we are going to take part in the communion of the Lord. കർത്താവിൽ വിശ്വസിച്ചെടുക്കാൻ. Believe in Him and take part in it. പലപ്പോഴും തിരുമേശ എടുക്കുമ്പോൾ Many times we take part in the communion. പലരും തിരുമേശ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? Many take communion. ഹല്ലേലൂയ. Hallelujah. ആ ഒരു നിലവിളിച്ച് കരഞ്ഞ് They cry out. എന്താ കാര്യം എന്നറിയാമോ? The reason why. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ Is there any shortcoming? ബലഹീനത ഉണ്ടാകും, Any weakness will come upon them. രോഗങ്ങൾ ഉണ്ടാകും. There will be sickness that will come upon them. ഹല്ലേലൂയ. പിന്നെ ഈ തിരുമേശ എടുത്തിട്ട് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും വന്നാൽ തന്നെ ഇത് പറയും. When something happens after they take part in the communion, like any shortcomings or any weakness, they will say this. പക്ഷെ അറിയാത്തൊരു കാര്യമുണ്ട്. One thing they don't know. ഹല്ലേലൂയ. നമ്മുടെ ദൈവം രോഗം തരുന്ന ദൈവമല്ല. Our God is not the Lord who gives sickness to us. അവൻ അനുഗ്രഹിക്കുന്ന ദൈവം. He's a God who blesses us. നമ്മുടെ ദൈവത്തിന്റെ പേര് സൗഖ്യദായകൻ എന്നാണ്. Our Lord is a minister of healing and miracles. രോഗദായകൻ എന്നല്ല പേര്. He's not the person who gives സൗഖ്യദായകൻ sickness. എന്നാ. He's the minister of healing. പലരും ഭയത്തോടെ തിരുമേശ എടുക്കുന്നത്. Many take part in the communion with fear, വിശ്വാസത്തിലല്ല. not by belief or faith. ഭയം എന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ The fear is that is there any shortcoming, ഹല്ലേലൂയ എനിക്ക് രോഗം വരും, that the sickness will come എനിക്ക് in me, ശാപം വരും, a curse will come upon എനിക്ക് me, പ്രശ്നങ്ങൾ വരും. problems will arise in me. പക്ഷെ കർത്താവായ യേശു തിരുശരീരത്തെ തകർത്തത്, But Lord Jesus broke his body, തിരുരക്തത്തെ ചൊരിഞ്ഞത് he shed his blood, രോഗം വരാനും ശാപം വരാനും അല്ല, not to bring sickness or ഇത് curse in us, ഇല്ലാതായി but to തീരാനും, remove the curse and ഇത് sickness, എന്നേക്കുമായി ഈ മരണം to നീങ്ങിപ്പോകാനും. remove death forever from us. ഏത് വിശ്വാസത്തിലാ തിരുമേശ From എടുക്കുന്നത്? what faith and belief do you take part in the ഹല്ലേലൂയ. communion? കർത്താവായ യേശു തിരുശരീരം തകർത്തപ്പോ, Lord Jesus broke his body തിരുരക്തം ചൊരിഞ്ഞപ്പോ and he shed his blood. മരണഭയം നീങ്ങിപ്പോയെന്നാ It is for the പറയുന്നത്. pangs of death to be പലർക്കും തിരുമേശ removed. കാണുമ്പോ മരണഭയമാ, Many are scared when they look at the പലർക്കും God's തിരുമേശ table. കാണുമ്പോ രോഗഭയമാ. They look at it as a place of എന്താ കാര്യം എന്ന് വെച്ചാൽ sickness. ഒറ്റ കാര്യമേ ഉള്ളൂ, The reason why നിന്റെ ഹൃദയം അവനോട് your പറ്റിച്ചേരുന്നില്ല. heart has not been close to Jesus. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്ക് കയറി ചെല്ലാൻ You have not came near to Jesus. അവനിൽ വിശ്വസിക്കാൻ You കഴിയുന്നില്ല. are not able to believe in him. അവനിൽ വിശ്വസിച്ചാൽ When you believe in him, ഒറ്റ വചനം മതി. one word is enough. എന്താണെന്നറിയാമോ? The Lord is- കർത്താവ് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് Lord is sitting on the right hand of എനിക്ക് God. വേണ്ടി പക്ഷപാതം Yes, ചെയ്യുന്നു. he is counseling for me. അതുകൊണ്ട് That's ഞാൻ why, പറയുന്ന സെക്കൻഡിൽ, the very moment I ഞാൻ say, ഏറ്റു പറയുന്ന സെക്കൻഡിൽ, the very moment I എന്റെ confess, സകല പാപങ്ങളെയും all my sins, ശാപങ്ങളെയും all my curses, അവൻ ക്ഷമിക്കുമെന്ന്. he will forgive it. ഓ വിശ്വാസം, By faith and belief. ഓ ഈ വിശ്വാസം By അകത്തേക്ക് വന്നു. faith and belief, you believe in പ്രവൃത്തി it. വെളിപ്പെടും, And the works will be accomplished. പ്രവൃത്തി വെളിപ്പെടും. The works will manifest. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഈ തിരുമേശയിൽ ഇന്ന് Today, as you take part in the communion, പങ്കാളിയാകുമ്പോ when you take part in it, ഭയത്തോടെ ആകരുത്, not by fear, വിഷമിച്ചോ ദുഃഖത്തോടെ not by ആകരുത്. sadness or crying, എന്റെ സകല പാപങ്ങളെ but my all my sins have been removed വിശ്വാസത്തിൽ, by that faith and belief. ഓ വിശ്വാസത്തിന്റെ By നായകനോ that the faith, the Prince of faith, പൂർത്തി വരുത്തുന്നവനുമായ who you accomplish and finishes it. ഓ രാബാഷ് O Ramateliantoro Kola Mariantoro Rake Ramashekeliantoro O Riantoro ഓ ഇത് Baba. പകൽ യേശുവിൽ വിശ്വസിക്കാൻ പറ്റുമോ? Is there anyone who can believe in this എന്നിൽ Jesus? നല്ല പ്രവൃത്തി That ആരംഭിച്ചവൻ, he will has begun a good work in ക്രിസ്തു me. യേശുവിനെ എന്നിൽ ഒരു പ്രവൃത്തി ദൈവം If ഇട്ടിട്ടുണ്ടെങ്കിൽ, the Lord has placed a good work in എന്നിൽ me, ഒരു പ്രവൃത്തി എന്റെ യേശു if a ഇട്ടിട്ടുണ്ടെങ്കിൽ, good work God has begun in me, ക്രിസ്തു യേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കാം. until the time of Jesus, he will പ്രവൃത്തി accomplish. വെളിപ്പെട്ടുകൊണ്ട്
പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. That work will keep on വിശക്കത്തില്ല, manifesting. ദാഹിക്കത്തില്ല. I will not be hungry or thirsty ദൈവിക anymore. സമൃദ്ധി എന്നിൽ For ഉണ്ടാകും. there will be fullness of Christ in പ്രവൃത്തി me. വെളിപ്പെടും. The work of the Lord will be manifested in me. ആർക്കെങ്കിലും എന്നിൽ ദൈവപ്രവൃത്തി ഇല്ലെന്ന് ഉള്ളവരുണ്ടോ? Is there anyone who say there is no work of God in me? ദൈവം എന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്നുള്ളവരുണ്ടോ? You say there is no work of God accomplished in അങ്ങനെ me. ഉണ്ടെങ്കിൽ നിങ്ങളെ പിശാച് തെറ്റിച്ചു വെച്ചിരിക്കുക. The devil has ridiculed you, has put you in a wrong manner. സകലരുടെ മേലും ദൈവിക On പ്രവൃത്തിയുണ്ട്. every person the work of God has begun. ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാത്ത ഒരു വ്യക്തിയില്ല. There is no one who does not have the work of God begun in them. എഫേസ്യർക്ക് എഴുതിയ ലേഖനം The book of Ephesians, 2-ാം അധ്യായം chapter 2. ആ, 8, 9, 10. 8, 9 and 10. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമേ അല്ല, ദൈവത്തിന്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. The reason we are saved നമ്മുടെ ഒരാളുടെയും പ്രവൃത്തിയല്ല, is not of any of our works, യേശുവിൽ but we വിശ്വസിക്കുന്നതിൽ. believed in Jesus. വിശ്വസിക്കുന്നതിൽ Because we believe in ഞാൻ Jesus. ഉപവസിച്ചത് കൊണ്ടല്ല, Not because I fasted, ഹല്ലേലൂയ ഞാൻ നിലവിളിച്ചത് കൊണ്ടല്ല, not because I cried out, ഹല്ലേലൂയ ഞാൻ നിലവിളിച്ചിട്ടും even after crying out, പ്രാർത്ഥിച്ചിട്ടും even after praying. എന്നിൽ വിശ്വാസമില്ലെങ്കിൽ If there is no faith in ഒരു me, പ്രയോജനമില്ല. there is no use. പക്ഷെ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനകൾ, But the faith, prayer with faith, ഹല്ലേലൂയ, അതിന് പ്രവൃത്തി വെളിപ്പെടും. it has works accomplished in ആ it. അപ്പൊ വായിച്ചോ. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി. അപ്പൊ എന്തിനായിട്ടാ? എല്ലാരും ഒന്ന് പറഞ്ഞേ. Everyone say, എന്നിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ എന്നുള്ള സംശയമുള്ളവരെല്ലാം If anyone has- ഈ വാക്യം ഒന്ന് വായിച്ചേ. if anyone has the doubt there is no good work in you, read this word. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്നിൽ ഇല്ലെന്നുള്ള, If you think there is no good work in you, ദൈവത്തിന്റെ പ്രവൃത്തി God's work. എന്നിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള If you have the സംശയമുള്ളവരെല്ലാം doubt that is it there or not, ഹല്ലേലൂയ ഇതൊന്ന് വായിച്ചേ. read this. അവന്റെ കൈപ്പണിയായി We are his workmanship, സൽപ്രവൃത്തിക്കായിട്ട് created for his good works. ക്രിസ്തുവേശുവിൽ Until Jesus, we സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. are created in Jesus. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം But the Lord മുന്നൊരുക്കിയിരിക്കുന്നു. has beforehand ordained it. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിലും In front of each and every one of ഒരു us, ദൈവിക പദ്ധതിയുണ്ട്, God's work is there. ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്. God's work is there. അതിനായിട്ടാ ക്രിസ്തുവേശുവിൽ രണ്ടാമത് ജനിപ്പിച്ചത്. That's why we have been reborn in Christ. ക്രിസ്തുവേശുവിൽ രണ്ടാമത് ജനനം പ്രാപിച്ച എല്ലാ വ്യക്തികളുടെ മേലും Everyone who have been reborn in Christ, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. they have the good works in them. God's work in ഹല്ലേലൂയ. them. അത് ചെയ്യുക വേണം. You have to accomplish it. ഹല്ലേലൂയ. അത് ചെയ്യേണ്ടതിന് For you to accomplish it, ദൈവം Lord, അവ മുൻ നിയമിച്ചിരിക്കുന്നു. He has before ordained it. അപ്പൊ ക്രിസ്തുവേശുവിലാണ് നമ്മളെ We സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. are created in Christ. നമ്മളിലെല്ലാം ഒരു ദൈവ We പ്രവൃത്തിയുണ്ട്. have all God's works in us. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്നവർ കരങ്ങളെ Is ഉയർത്തി there ദൈവത്തെ anyone who സ്തുതിച്ചു. believe in it? Give him praise. കർത്താവായ യേശു പറഞ്ഞു, Lord Jesus said, എന്റെ പ്രവൃത്തി കണ്ടിട്ട് not by your നിങ്ങൾ works. വിശ്വസിക്കുക. You believe in my works and believe in me. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആരെങ്കിലും If ഉണ്ടെങ്കിൽ there's anyone who believe in me, ഹല്ലേലൂയ നിങ്ങൾക്ക് ദാഹിക്കത്തില്ല. you will not thirst. എന്റെ അടുക്ക കയറി വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ Anyone who come unto me, നിനക്ക് you വിശക്കത്തില്ല. will not be hungry. ഹല്ലേലൂയ. പക്ഷേ But നീ രണ്ടാമത് ജനിച്ചൊരു വ്യക്തിയാണ്. if you're a person born again, ഇതേ ക്രിസ്തുവിലാ നീ ജനിച്ചതെങ്കിൽ if you're born again in Christ, ഇതേ ക്രിസ്തുവിലെ പ്രവൃത്തി നിന്നിൽ the വെളിപ്പെടും. same work of Christ will be revealed in you. കർത്താവായ യേശു പറഞ്ഞു, പിതാവിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു. Father's God, Jesus ഞാൻ said, Father's work I മരിച്ചവരെ do. ജീവിപ്പിക്കുന്നു. I raise the dead. ഞാൻ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു. I bring sight to the ഞാൻ blind. ദരിദ്രരോട് സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം I preach the അറിയിക്കുന്നു. gospel to the needy. ഞാൻ കുഷ്ഠരോഗികളെ I heal സൗഖ്യമാക്കുന്നു. the sick and the lepers. ഹല്ലേലൂയ. ഓ കട
കടലിൻ മീതെ നടന്നു. I walk on the water. ഹല്ലേലൂയ. അവൻ കാറ്റിനെ കടലിനെ ശാസിച്ചു. He calmed the storm. നീ ഇതേ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട If you are born in വ്യക്തിയാണെങ്കിൽ, the same Christ, ഇതേ ക്രിസ്തു യേശുവിൽ ജനിച്ച if you are വ്യക്തിയാണെങ്കിൽ, born in Christ, നിനക്ക് വിരോധമായി അടിക്കുന്ന കാറ്റിനെയും whatever storms raging നിനക്ക് against you, വിരോധമായി അടിച്ചുയരുന്ന തിരമാലകളെയും every waves waving against you, ശാസിക്കാൻ കഴിയുമെന്ന് you can അങ്ങനെ calm it ഒരു down. പ്രവൃത്തി ഉണ്ടെന്ന് That work is in ഇന്ന് you. പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ If you believe in it, നീ ചിലതിനെ നോക്കി You will കൽപ്പിക്കുക. command against certain things, അതിന് നിനക്ക് വിരോധമായി and it അടിക്കട്ടെ. will not rise against you anymore. നീ ചില കാറ്റിന് വിരോധമായി You സംസാരിക്കുക. command against some wind. അതേ ക്രിസ്തുവേശുവിൽ The same Christ. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് You have been created in Him. അതേ സൽപ്രവൃത്തി The same ചെയ്യാനാണെങ്കിൽ to accomplish the same works. നീ ഇന്ന് പകൽ വിശ്വസിക്കുക. Today believe in it. ഇതേ കർത്താവായ യേശു The same Jesus Christ ലാസറിന്റെ കല്ലറയുടെ പുറത്തു നിന്ന് came at the outside of the grave of ലാസറേ Lazarus. എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോ And he said, Lazarus, get out. മരിച്ചത് എഴുന്നേറ്റ് And വന്നെങ്കിൽ what was that came out? ഇന്ന് പകൽ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന Today what has had the പുനരുത്ഥാന ശക്തി, the power of resurrection. പുനരുത്ഥാന The ശക്തിയുടെ power of resurrection. പ്രവൃത്തി വെളിപ്പെടുമെന്ന് Works be accomplished. പ്രവൃത്തി And the വെളിപ്പെടുമെന്ന് works be accomplished. Orientala variatala variatala masele. Orientala ma ba 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 rakatele reke. Orama shakala ba 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 soroko. വിശ്വസിക്കുന്നവർ ആരാധിച്ചു It was those who believe worship him and receive a rakatela rako. അബ്രഹാം വിശ്വസിച്ചു. Abraham believed. അവൻ മരിച്ചതിനെ He ജീവിപ്പിക്കുന്നത് raised the dead. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ He believed the one who brought വിളിച്ചു from വരുത്തുന്നതിനെ impossibility. He വിശ്വസിച്ചപ്പോൾ believed in the one who brings from non-existent to existence. ഇല്ലാത്തതിനെ ദൈവം വിളിച്ചു വരുത്താൻ From തുടങ്ങി. non-existence he brought existence. ആ പ്രവൃത്തി അബ്രഹാമിൽ വെളിപ്പെട്ടു. That what was revealed in Abraham. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഇതേ പ്രവൃത്തി വെളിപ്പെടാം. That work to be accomplished in Asara. Oh, Rikerama Sara ba 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 ba. La Sare Variatela ba 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 Sara Katele. Shamariantolo Mara Sara Variatoro. Oh, Remashala Variatola Variatola ba ba ba. Oh, Ria ba 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 la Sala Variatola ba ba ba. Shamariantolo ba 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 Variatola Variatola. Shala thala thara thala raba 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 shaba raba raba riba raba raba riba raba raba riba shala thala raba പ്രവൃത്തി വെളിപ്പെടട്ടെ, പ്രവൃത്തി വെളിപ്പെടട്ടെ. Let the works of the Lord be പ്രവൃത്തി revealed. വെളിപ്പെടട്ടെ, പ്രവൃത്തി The വെളിപ്പെടട്ടെ. works of the Lord be revealed. ഓ താല ഷാതാല കബറബ ഷിയാതറബലബ റികാതാല ബറബ ഷിയാതറബ കബലബ റിഷാതാല കബറബ ഷിയാതറബ കബലബ റിബാതാല ബറബ ഷിയാതറബ കബലബ ഷിയാതറബ കർത്താവ് പച്ചവെള്ളത്തെ നോക്കി. The Lord looked at the water. യെസ് കൽപ്പിച്ചപ്പോൾ അത് വീഞ്ഞായെങ്കിൽ And he commanded it to turn to wine. ഇന്ന് പകൽ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്ന Today to reveal wonders. ദൈവത്തിന്റെ പ്രവൃത്തി The works of God. അടയാളങ്ങളുടെ ആരംഭമായി Beginning of wonders. കാനാവിലെ കല്യാണത്തിൽ At the marriage of ദൈവം Cana. തന്റെ മഹത്വത്തെ Lord വെളിപ്പെടുത്തിയെങ്കിൽ revealed the glory of God. കർത്താവ് പറഞ്ഞു പ്രവൃത്തിയെ വെളിപ്പെടുത്തുക. To reveal the works of മഹത്വത്തിന്റെ God. പ്രത്യാശയായ ക്രിസ്തു The King of നിന്റെ glory. അകത്തുണ്ടെങ്കിൽ He's in you. ആ ഗ്ലോറി വെളിപ്പെടുത്തുക. Reveal the glory. ആ ഗ്ലോറി വെളിപ്പെടട്ടെ. Reveal the glory ആ be revealed. പ്രവൃത്തികൾ Let വെളിപ്പെടട്ടെ. the works be revealed. നിന്റെ ജീവിതത്തിലെ നെഗറ്റീവ് സാഹചര്യങ്ങളെ നോക്കി Every negative things in your life. നീ കൽപ്പിക്കുക. You command to it. കൽപ്പിക്കുക. ഒരു You പ്രവൃത്തി command. വെളിപ്പെടാൻ May the പോകുന്നു. work of the Lord be accomplished. പ്രവൃത്തി in വെളിപ്പെടാൻ it. പോകുന്നു. May the work of the Lord നീ manifest. വിശ്വാസത്തിലാ കൽപ്പിക്കുന്നെങ്കിൽ Command in faith. പ്രവൃത്തി The വെളിപ്പെട്ടിരിക്കുക. work of the Lord will be accomplished. അവൻ വിശ്വാസത്തിന്റെ നായകനാ. He is the King of ഓ faith. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി For those who അവൻ believe, പൂർത്തീകരിക്കുന്ന ദൈവമാ. He will accomplish it. നീ വിശ്വസിക്കുന്നെങ്കിൽ If you believe, നിനക്ക് വേണ്ടി പ്രവൃത്തി അയച്ച for He will send His നിന്റെ works. വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തെ He will fulfill your faith. വെളിപ്പെടുത്തുന്ന ദൈവമാ. He is the Lord who reveals it. Yes, ഇന്ന് വിശ്വസിക്കാം. Today believe in ഓ Him. ചില പ്രവൃത്തി വെളിപ്പെടട്ടെ. Some work to be revealed in you.
രോഗമുള്ള മേഖലകളെ നോക്ക. Look at the sickness realm. കരം വെക്ക. Raise your hands there. എന്നിട്ട് കൽപ്പിക്ക. Command to it. ഓ വിശ്വാസത്തിൽ കൽപ്പിക്ക. By faith you command. കർത്താവായ യേശു പറഞ്ഞു വിശ്വാസത്തിൽ നീ കൽപ്പിച്ചാലുണ്ടല്ലോ. Jesus said when he commanded ഓ ഈ faith, മല നീങ്ങ. this mountain will be ഇത് moved. നീങ്ങ. It will be ഇത് moved. കടലിലേക്ക് സ്വയം ഇറങ്ങി It പോക. will come down by itself. നീ മലയെ തള്ളണ്ട പോയി കിടന്ന. You don't have to move the mountain. നിന്റെ ജീവിതത്തിൽ വിരോധമായി നിൽക്കുന്ന Everything standing against you. മഹാപർവ്വതങ്ങളെ നീ പെടന്ന് ഉന്തി You തള്ളണ്ട. don't have to push it. നീ അതിന്റെ അകത്ത് ഒന്നും പ്രവർത്തിക്കാൻ You don't പോകണ്ട. have to accomplish any work in നീ എന്നിൽ it. വിശ്വസിക്കുന്നെങ്കിൽ You believe in me. നീ ചിലതിനോട് You കൽപ്പിക്കുക. command to certain അത് things. തന്നെ നീങ്ങാൻ തുടങ്ങുക. It will move ഇന്ന് automatically. പകൽ ചില തടസ്സങ്ങൾ നീങ്ങി Some മാറട്ടെ. hindrance to be moved. ഓ മഹാപർവ്വതം പോലെയുള്ള Great mountains. വലിയ തടസ്സങ്ങൾ Every hindrance. വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് From those who ഓ, believe. നീങ്ങി മാറുന്നതിനാൽ It is moved. നീങ്ങി മാറുന്നതിനാൽ Be moved. ഓ റാബ ശാല തല ഓ തലബ കബറബ ശിയ തലബ റബ ഓ വിശ്വസിച്ച പ്രവൃത്തി വെളിപ്പെടും. If you believe the work will be done. നീ വിശ്വസിക്കുക ഞാൻ നിനക്ക് മുമ്പായി പോകുന്നെന്ന്. If you believe I will go in front of you. ഞാൻ നിനക്ക് മുമ്പായി പോകുന്നെന്ന്. I will go in front of you. നീ വിശ്വസിക്കുമെങ്കിൽ If you believe. നിന്റെ മുമ്പിലെ ദുർഘടങ്ങൾ നിരപ്പായി മാറും. Every hindrance will be ഓ straightened. നിന്റെ മുമ്പിലെ താമ്രവാതിലുകൾ Every doors. ഓ ഇരുമ്പോടാമ്പലുകൾ Every iron doors. നീ വിശ്വസിക്കുന്നെങ്കിൽ If you believe. നീ വിശ്വസിക്കുന്നെങ്കിൽ If you believe. ഞാൻ നിനക്ക് മുമ്പായി പോകുന്നെന്ന് നീ I will വിശ്വസിച്ചോ. go in front of you if you ഓ, believe. നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ Every hindrance in front of you. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിച്ച If you believe that I am with you. തീ നിന്നെ വെന്ത് കളയത്തില്ല. The fire will not consume you. ഞാൻ മുമ്പേ പോകുന്നെന്ന് നീ If വിശ്വസിച്ച you believe I go in front of നിന്റെ you. സകല തടസ്സങ്ങളും മാറും. Every hindrance will be moved. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിച്ച If you believe that I am with ഒരു you. വെള്ളത്തിന് നിന്നെ മുക്കാനൊക്കത്തില്ല. No water can overwhelm ഒരു you. തീക്ക് നിന്നെ വെന്ത് No കളയാനൊക്കത്തില്ല. fire can consume you. ഓ റാബ ശാല തല പ്രവൃത്തി വെളിപ്പെടട്ടെ. The works be manifested. വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ Right now the works of the യേശുവിൻ Lord. നാമത്തിൽ The പ്രവൃത്തി name of Jesus works revealed ഓ, today ഈ right now. ദിവസങ്ങൾ മുഴുവൻ പ്രവൃത്തികൾ All വെളിപ്പെടട്ടെ. these days the works of the Lord be revealed. ഓ ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ Those who are മേൽ watching live. അസാധാരണ ഹീലിംഗ് ഉണ്ടാകട്ടെ. Mighty healing be revealed. അസാധാരണ ഹീലിംഗ് വെളിപ്പെടുന്നു. Mighty healing be ഓ, revealed. വിശ്വാസത്തെ സൗഖ്യദായകനിൽ നീ We വിശ്വസിച്ചാൽ believe in the Prince of Faith. ഇപ്പോൾ സൗഖ്യം നിന്റെ Right മേൽ. now you will be healed. ഓ, ആരെങ്കിലും Anyone അവന്റെ അടുത്ത് കേറി ചെല്ലാൻ ആഗ്രഹിച്ചാൽ decide to go near to him. ഇനി സൗഖ്യത്തിന് വേണ്ടി നീ You പ്രാർത്ഥിക്കണ്ട. don't have to pray for healing. രോഗം നിന്നെ തൊടാനൊക്കത്തില്ല. Sickness cannot touch you. കാരണം നിനക്ക് വിശക്കത്തില്ല. Because you will not be നീ hungry. കേറി ചെന്നാൽ When you go to him, സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പോ You will ദാഹം have the hunger ഉണ്ടാകത്തില്ല. to ask for healing. ആ, റാബ ശാഠാല കവാരബാരബ. നീ അവന്റെ അടുക്കലേക്ക് കയറി When you go ചെന്നാൽ on to him, നീ അവനിൽ when വിശ്വസിച്ചാൽ you believe in him, ഓ താരബ ശിയാഠാല കവാരബാരബ ചുടബ താര കാഠാല ബാരബ ശിയാഠ ഓ റബാനിയ തേരിയ ശിയാക യേശുവിന്റെ നാമത്തിൽ the name of Jesus, യേശു കർത്താവിന്റെ നാമത്തിൽ the name of ഇപ്പോൾ Jesus. സൗഖ്യങ്ങൾ May സംഭവിച്ചതിനായി നന്ദി healing, കർത്താവേ. thank you Lord for the healing വിടുതലുകൾ happened. സംഭവിച്ചതിനായി നന്ദി Thank you Lord for the കർത്താവേ. deliverance. അനേകർ ലോകത്തിലുള്ള സകലത്തിനെ വിശ്വസിക്കാം. Everyone people believe in the world. പക്ഷേ യേശുവിൽ വിശ്വസിക്കത്തില്ല. They don't believe in Jesus. പക്ഷേ കർത്താവ് പറഞ്ഞ ആരെങ്കിലും Lord വിശ്വസിച്ചാൽ Jesus said, if you believe in him, അവർക്ക് പ്രവൃത്തി there ഉണ്ടാകും. will be works revealed in അവരുടെ മേൽ them. പ്രവൃത്തി The വെളിപ്പെടും. works will be revealed in them. പലരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ We need to please God. മല കയറാൻ പോകും, ഉരുളാൻ പോകും, മെഴുകുതിരി കത്തിക്കും, വിളക്ക് കത്തിക്കും, They go for pilgrimage, they go to mountains and light candles. ഉപവസിക്കും. They fast. ഹല്ലേലൂയ. Hallelujah. ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. They do whatever they can do. പക്ഷെ But വിശ്വസിക്കത്തില്ല. they don't believe in Jesus. പക്ഷെ വിശ്വസിക്കത്തില്ല. But if they don't believe in കർത്താവ് പറഞ്ഞു, Jesus, ഇതൊന്നും ചെയ്തില്ലെങ്കിലോ, even if you don't do any of നിന്നിൽ ഒരു this, പ്രവൃത്തി ഉണ്ടായില്ലെങ്കിലോ, even if there's no നീ work in you, വിശ്വസിക്കുന്ന if വ്യക്തിയാണെങ്കിൽ you're a person who believes in നീ him, പ്രവർത്തിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ you don't പ്രവർത്തിക്കാം. have to work, but I നിന്നിൽ will work for you. പ്രവൃത്തിയില്ല, പക്ഷെ നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ You don't have works, but if you believe, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു there's ദൈവമുണ്ട്. a Jesus who works for you. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു There's ദൈവമുണ്ട്. a Jesus who works for you.
ആ യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ ആ പ്രവൃത്തികൾ Let the സംഭവിക്കട്ടെ. works happen right now. ഹല്ലേലൂയ. നീ Hallelujah. അത് ചെയ്തതിനായി നന്ദി Thank you, Lord, for കർത്താവേ. doing that. ചെയ്തതിനായി നന്ദി Thank you, Lord, for കർത്താവേ. doing that. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Let's all stand to our feet കർത്താവിന്റെ തിരുമേശയിലേക്ക് as കടക്കാം. we are going to enter into the Lord's table. നീ വിശ്വാസത്തോടെ തിരുമേശയിൽ കരങ്ങൾ നീക്കട്ടെ. Today, with faith and belief, stretch your hands to the table. ഇന്ന് ഞാൻ ഈ കർത്താവിന്റെ തിരുമേശയിൽ Today, as I take part in the communion, കർത്താവായ യേശുവിന്റെ yes, Jesus, തിരുശരീരത്തിന്റെയും for Lord Jesus' body തിരു and രക്തത്തിന്റെയും the blood that He shed, പങ്കാളിയായി ഞാൻ തീരുമ്പോൾ I am becoming the partaker. ഇനി എന്റെ ജീവിതത്തിൽ വിശപ്പ് I വരാം, will no longer be hungry, ദാഹം ഉണ്ടാകാം. no longer thirst. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന For me, a God who works. ഒരു ദൈവമുണ്ട്. There's a God. അവിശ്വാസത്തിൽ In that faith, അവിശ്വാസത്തിൽ in that faith, കർത്താവായ യേശുവിന്റെ തിരുശരീരത്തിന്റെ as the Lord's body, ഭാഗമാകുമ്പോൾ as we become part of it, കർത്താവിൽ ബലഹീനതകളില്ലായിരുന്നു. there is no weakness in Christ. എനിക്ക് ഇനി ആ മേഖലയിൽ വിശപ്പുണ്ടാകത്തില്ല, I will no longer have hunger in that ഓ, realm. ദാഹം ഉണ്ടാകത്തില്ല. No longer have a thirst കാരണം in ഞാൻ that realm. വിശ്വസിക്കുന്നു Because I believe എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. I have many weakness. പക്ഷെ കർത്താവായ യേശുവിന്റെ തിരുശരീരത്തിന്റെ But പങ്കാളിയാകുമ്പോൾ as I am a partaker of Jesus' body, എന്റെ ബലഹീനതകളിൽ all my weakness, അവന്റെ ശക്തി His തികഞ്ഞു വരും. power becomes full. എന്റെ ബലഹീനതകളിൽ അവന്റെ ശക്തി തികഞ്ഞു His വരും. power is manifested in His fullness in my weakness. അത് വിശ്വസിക്കുന്നവർ If you believe in Him, അവിശ്വാസത്തോടൊന്ന് with പ്രാർത്ഥിച്ചു, that faith you believe and pray. വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചു, In that faith and you believe you pray. വിശ്വാസത്തോടെ In that faith and you believe you pray. Shafaria, Thuru, Shakila, Maria.